സോ ഹായ് ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ എത്രയോ തവണയായിട്ട് മാറ്റിവെച്ച ഒരു ലൈവായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ. ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ ലാസ്റ്റ് തവണ നെറ്റിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 9:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് കോഴിക്കോട് ഭയങ്കര മഴ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയോ കഷ്ടിച്ചപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയതാണ്. ഓക്കെ, ഭയങ്കര ഇതായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടടാ? കുറച്ച് ദിവസമായില്ല എല്ലാവരെയും കണ്ടിട്ട്, കുറച്ച് ദിവസമായിട്ടുണ്ട് എല്ലാവരെയും കണ്ടിട്ട്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാരണം ദിസ് ചാപ്റ്റർ ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, റൈറ്റ്? എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആദ്യം അതായത് ഒന്നും അറിയാത്ത കുട്ടികളുണ്ടാവും, ഇല്ലെങ്കിൽ അതിനകത്ത് പീക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു കോമൺ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുക്കാൻ പോകുന്നത്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. സോ ഐ പ്രോമിസ് യു ദിസ് 1.5 hour സെഷൻ വിൽ ബി യൂസ്ഫുൾ ടു യു. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ആരൊക്കെയൊന്നും ഇവിടെ ഉള്ള ഒരുപാട് പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. സോ ആരൊക്കെയുള്ള ഒന്ന് ഹായ് പറഞ്ഞിട്ട് ആരൊക്കെയുള്ളതെന്ന് അറിയട്ടെ. ഓക്കെ ആണല്ലോ? സോ ആസ് യൂഷ്വൽ സോനു ഈസ് ഹിയർ, റിഷ ഓക്കെ വരുന്നുണ്ട്. ഓക്കെ, റിഷ ഈസ് ഹിയർ, ഹ്യൂമാനിറ്റി ഈസ് ഹിയർ, നക്ഷത്ര ഈസ് ഹിയർ. സോ ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് മെല്ലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് കയറുമ്പോൾ ഓരോ സാറന്മാർക്കും ഓരോ രീതിയിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിക്കുന്നത്. ദേ ഹാവ് ദെയർ ഓൺ വേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ചാർജസ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്, അങ്ങനെ 4 ടോപ്പിക്ക് ഗ്രോസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, നമ്മുടെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാർജസ് ആൻഡ് ഫീൽഡിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ NCERTയിലെ ടോപ്പിക്സ് വെച്ച് എൻ്റെ ക്ലാസ്സിനെ ജഡ്ജ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഇത് കംപ്ലീറ്റ്, ഇപ്പോൾ ഡൈപോൾ നമ്മൾ ഇന്നല്ല ഡിസ്കസ് ചെയ്യുക, ഡൈപോൾ ഡിസ്കസ് ചെയ്യുന്നത് നാളെയാണ്. കാരണം നാളെ നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി പഠിക്കുമ്പോഴാണ് ഡൈപോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ എന്താണ് ഫോഴ്സസ് എക്സ്പീരിയൻസ് ബൈ എ ഡൈപോൾ ഇൻ ഫീൽഡ്, അതായത് ടോർക്കിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ള ഇക്വിലിബ്രിയത്തിനൊക്കെ വെച്ചിട്ടുള്ള ആ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നല്ല പഠിക്കുക, നാളെയാണ് പഠിക്കുക. ഓക്കെ ആണല്ലോ? സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് അതായത് ഇന്നത്തെ അടുത്ത ദിവസത്തെയും ക്ലാസ്സിൻ്റെ കൂടെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ ആണല്ലോ? എല്ലാവരും റെഡി അല്ലേടാ? എല്ലാവരും ഹായ് പറഞ്ഞിട്ട് എല്ലാവരുടെയും ഹായ് ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും കൂടെ വായിച്ചാൽ തീരില്ല, അതുകൊണ്ടാണ് വായിക്കാതെ കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സോ വാട്ട് ഇസ് ഇറ്റ്? എന്താണ് ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ മീൻസ് ഇലക്ട്രിസിറ്റി അഥവാ ചാർജസിൻ്റെ മൂവ്മെൻ്റ് ആണ്. ശരിയാണല്ലോ? ആൻഡ് വാട്ട് ഇസ് സ്റ്റാറ്റിക്സ്? സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക്സ് മീൻസ് നത്തിങ് ബട്ട് സ്റ്റാറ്റിക്സ് മീൻസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ജസ്റ്റ് യുവർ ചാർജസ് ആർ അറ്റ് റെസ്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നീ ഇന്ന് പഠിക്കുന്നത് എന്താണ്? നമ്മുടെ ചാർജസ് അവിടെ റെസ്റ്റിലാണ്, അവർ നീങ്ങുന്നില്ല. അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ സോ വളരെ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ ചാർജ്? ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമുക്ക് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ശരിയാണല്ലോ? അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, അതിനെ ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ അറിയാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഓർ ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താടാ? ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾ എൻ്റെ കൂടെ വരണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം ചോദിക്കണം. ഇത് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ്. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെ നീ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്പ് ഇലക്ട്രിക് ചാർജ് അവിടെ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോസിറ്റീവ് ഇലക്ട്രിക് ചാർജ്, അഥവാ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ? സോ ദിസ് ഇസ് പോസിറ്റീവ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തേതാണ് നെഗറ്റീവ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ നമുക്ക് 2 ചാർജ് ഉണ്ട്. വി ഹാവ് എ പോസിറ്റീവ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഈ നെഗറ്റീവ് ഇലക്ട്രിക് ചാർജ്. എന്താണ് പോസിറ്റീവ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ? ഇവർക്ക് ഇലക്ട്രോൺസ് കുറവായിരിക്കും, ഓർ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ? ഇവർക്ക് ഇലക്ട്രോൺസ് കുറവാണ്. ഇവരുടെ പ്രോട്ടോൺസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി എന്താണ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. മനസ്സിലായോ? എന്താണ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ആൻ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? ഗ്രേറ്റ്.
സോ ഇതിനകത്ത് പ്രോട്ടോൺസിൻ്റെ എണ്ണം കുറവായിരിക്കും, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് ദ ബേസിക് തിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ അങ്ങനെ ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ യൂണിറ്റ്. എന്താണ് ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? പറഞ്ഞാൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? നിങ്ങൾ കൂടെ പറഞ്ഞു, ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ സാറ് എഴുതും, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം. സോ യൂണിറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് അവർ കുളംബ്. ഓക്കെ ആണല്ലോ? കുളമ്പ് എന്നാണ് എന്ത് നമ്മുടെ ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആംപിയർ ഇൻറ്റു സെക്കൻഡ് ആണ് കേട്ടോ. സോ കുളമ്പ് എന്ന് പറയുന്നത് എത്ര? ആംപിയർ ഇൻറ്റു സെക്കൻഡ് ആണ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചാർജ് പഠിച്ചാൽ അടുത്ത ചോദ്യമാണ് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ്. കാരണം ഇത് പറയാനുള്ള കാരണം, അഥവാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ചാർജ്. അങ്ങനെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? കൂടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ചാർജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി തുടങ്ങി ഇറ്റ്സ് ജസ്റ്റ് എന്താണ്? ഇത് ഇലക്ട്രോൺസിൻ്റെ ഒരു എണ്ണം മാത്രമാണ്. ശരിയാണല്ലോ? ഇലക്ട്രോൺ കൂടുതലുണ്ടോ ഇലക്ട്രോൺസ് കുറവുണ്ടോ, ആ ഒരു എണ്ണം മാത്രമാണ് എന്ത് ചാർജസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതെന്താ, ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല, ആകെയുള്ളൊരു മാഗ്നിറ്റ്യൂഡാണ്. സോ ദിസ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പോയിന്റ് നമ്പർ 1 ഹൈലൈറ്റഡ്, ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താ രണ്ടാമത്തെ കാര്യം? ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. നമുക്കറിയാം അല്ലേ, നമ്മളൊരു ഒബ്ജക്റ്റിന് പരസ്പരം ഇങ്ങനെ ഒരതി കഴിയും, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു ചാർജ് വേറൊരു ഒബ്ജക്റ്റിലേക്ക് പോവും. ശരിയാണല്ലോ? സോ ദിസ് ഇസ് എ ട്രാൻസ്ഫറബിൾ തിങ് അല്ലേ. ചാർജ് എന്ന് പറയുന്നത് നിനക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റിലേക്ക് മാറ്റാൻ കഴിയും. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ട്രാൻസ്ഫറബിൾ സബ്സ്റ്റൻസ്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ്. അത് കുറച്ച് പേര് തെറ്റിക്കാറുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ യൂണിവേഴ്സിൽ ചാർജ് എന്ന് പറയുന്നത് ഐദർ ഇറ്റ്സ് ആൻ ഇലക്ട്രോൺ ഓർ ഇറ്റ്സ് എ പ്രോട്ടോൺ. നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രോണും ഒരു ചാർജ് മാസ് ഉണ്ട്, പ്രോട്ടോണും ഒരു മാസ് ഉണ്ട് അല്ലേ. 9.1 × 10⁻³ കിലോഗ്രാം. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഇവർക്ക് രണ്ടു പേർക്കും മാസ് ഉണ്ട്. മനസ്സിലായോടാ? അപ്പോൾ ചാർജിന് മാസ് ഉണ്ട്, കിട്ടി. രണ്ടാമത്തെ കാര്യം, ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. എന്താണ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്? ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു ചാർജ് കൊടുക്കൽ വാങ്ങൽ ഇതെപ്പോഴും ഒരു ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരിയാണല്ലോ? ഒന്നെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ വാങ്ങും. ഓക്കെ ആണല്ലോ? സോ വാട്ട് ഇസ് ദിസ്? Q is equal to NE എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എക്സ്പ്ലെയിൻസ് വാട്ട്? Q is equal to NE. അത് 1NE ആവാം, 2NE ആവാം, 3NE ആവാം, അതങ്ങനെ N ടൈംസ് E ആവാം. മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ ചാർജ് എന്താണ്? ചാർജ് ഇസ് ക്വാണ്ടൈസ്ഡ്. മനസ്സിലായല്ലോ? ഗ്രേറ്റ്. ഇനി അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും. ചാർജ് എന്തായിരിക്കും? ചാർജ് വിൽ ബി കൺസേർവ്ഡ്. എന്താ ചാർജ് കൺസേർവ്ഡ് എന്ന് പറയുന്നത്? ചാർജ് ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച്, നമ്മൾ ഇതൊക്കെ പറയുന്ന പോലെ ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ച് ചാർജ് കൂടെ കുറയൊന്നുമില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സിൽ ഒരു ഒബ്ജക്റ്റ് ഒരു ഇലക്ട്രോൺ കൊടുത്താൽ അത് വേറൊരാൾ മേടിക്കും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് വാട്ട് ഡു യു മീൻ ബൈ ദി കൺസർവേഷൻ ഓഫ് ചാർജ്. യെസ്, Q is equal to NE എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അടുത്തതാണ് ഇൻവേരിയൻറ്റ്. ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് അത് ഒരു തവണ ദിസ് വാസ് വൺസ് ആസ്ക്ഡ് ഇൻ എ JEE ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത് കേട്ടോ. ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതിന് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇല്ല. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് നോക്കുക. അതായത് നമ്മളിപ്പോൾ റിലേറ്റീവ് മോഷനിൽ നമുക്കറിയാം അല്ലേ, ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അതിന് ഭയങ്കര സ്പീഡുള്ള പോലെ തോന്നും, നമ്മളൊപ്പം പോവുകയാണെങ്കിൽ സ്പീഡ് കുറവുള്ള പോലെ തോന്നും. പക്ഷേ ഇങ്ങനെയല്ല, നീ എവിടെ നിന്ന് നോക്കിയാലും ഒരു ഇലക്ട്രോൺ തന്നെയാണ്. ഒരു ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ ആവില്ല. മനസ്സിലായല്ലോ? സോ അതാണ് എന്ത് പറയുന്നത് ഇൻവേരിയൻറ്റ് എന്നുള്ളത് കൊണ്ട് മനസ്സിലായത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് കറക്റ്റായി ഏതൊക്കെയാടാ? സ്കേലാർ ക്വാണ്ടിറ്റി, ട്രാൻസ്ഫറബിൾ, അസോസിയേറ്റഡ് വിത്ത് മാസ്, ക്വാണ്ടൈസ്ഡ്, കൺസേർവ്ഡ്, ഇൻവേരിയൻറ്റ്. 6 എണ്ണം. ഞാൻ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് എന്തിനറിയോ? ബേസ് കിട്ടാനാണ്. യു നീഡ് ടു ഹാവ് ദി ബേസ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ വളരെ ബേസിക്കാണ് പറഞ്ഞത്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ആണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണല്ലോ? ഇത്രയും പോയിന്റ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. യെസ്, ഇത് യാരിയാനസ് പറഞ്ഞു ഇനേഴ്ഷ്യൽ ആൻഡ് നോൺ ഇനേഴ്ഷ്യൽ. അതാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് 2 ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇനേഴ്ഷ്യൽ ഉണ്ട്, നോൺ ഇനേഴ്ഷ്യൽ ഉണ്ട്. എക്സാക്ട്ലി മനസ്സിലായോട്ടോ? എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ എല്ലായിടത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഓക്കെ, ഇത് നിങ്ങളെല്ലാവരും ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെക്കുക. ഇതെന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, സാർ വാട്ട് ഇസ് ദിസ്? ഞങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാണ്. എപ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? എപ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക? എപ്പോഴാണ് എനർജി റേഡിയേറ്റ് ചെയ്യുക? എപ്പോഴാണ് ഗാമ റേസ്, ആൽഫ റേസ്, അങ്ങനെ ഓരോ റേസ് ഉണ്ടാക്കുകയെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചാർജ് എടുക്കുക.
വി ആർ ഡീലിംഗ് അബൌട്ട് എ സിംഗിൾ ചാർജ്. ആ ചാർജ് നീങ്ങുന്നില്ല, അത് റെസ്റ്റിലാണ്. ഓക്കെ, ആ ചാർജ് നീങ്ങുന്നില്ല, അത് റെസ്റ്റിലാണെങ്കിൽ അതിന് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ. ഇറ്റ് പ്രൊഡ്യൂസസ് ഓൺലി ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലായോടാ? എ ചാർജ് അറ്റ് റെസ്റ്റ് വിൽ ഓൺലി പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. അടുത്ത കാര്യം എന്താ? അടുത്ത കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതായത് ആക്സലറേഷൻ 0, ഒരേ സ്പീഡിൽ, ഇഫ് ഇറ്റ് ഇസ് 2 meter per second 2 meter per second അല്ലേ, ഒരേ സ്പീഡിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് കംസ് എലോങ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ കംസ് ഇൻ ടു പ്ലേ. അപ്പോൾ നമുക്ക് പറഞ്ഞു റെസ്റ്റിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മാത്രം, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നീങ്ങുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അടുത്ത കാര്യം, പക്ഷെ എന്തില്ല, ആരില്ലടാ ഇവിടെ നമുക്ക് റേഡിയേഷൻ ഇല്ല. ശരിയാണല്ലോ? അതായത് ഒരു കോൺസ്റ്റൻറ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ചാർജ് ഒരിക്കലും റേഡിയേഷൻ എമിറ്റ് ചെയ്യില്ല. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് തിങ്, അടുത്ത കാര്യമാണ് എന്ത്? കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ല, വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്, വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്താ? ആക്സലറേഷൻ ചിലപ്പോൾ കൂടാം, ആക്സലറേഷൻ കുറയാം. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്യാണ്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, 0 വെലോസിറ്റി, ഓൾ അതർ വെലോസിറ്റീസ്. ആക്സലറേറ്റിംഗ് ആവാം, റിട്ടാർഡിങ് ആവാം, കൂടിക്കുറയാം, എന്തു സംഭവിക്കാം. എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് പറ്റൂടാ? ദർ ഇസ് മാഗ്നറ്റിക് ഫീൽഡ്, ദർ ഇസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദർ ഇസ് റേഡിയേഷൻ ഓഫ് എനർജി. മനസ്സിലായോടാ? ദർ ഇസ് റേഡിയേഷൻ ഓഫ് എനർജി. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇത് നിങ്ങൾക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ എന്താ പറയുക, പുതിയ കരിക്കുലം ഇട്ട ആൾക്കാർക്ക് വല്ലപ്പോഴൊക്കെ ഒരു MCQ ചോദിക്കാൻ തോന്നി, നിങ്ങളൊന്ന് തെറ്റിക്കണമെന്നും കൂടെ വിചാരിക്കുകയാണെങ്കിൽ തിരിച്ചും മറിച്ചും ചോദിക്കാവുന്ന ഫാക്റ്റാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ ഇലക്ട്രിക് പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ്, വേരിയിങ് വെലോസിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, റേഡിയേഷൻ. മനസ്സിലായോ? ഇത് ഇപ്പം തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻറ്റിലിട്ടെ മനസ്സിലായോ എന്ന്. എന്തൊക്കെയാണ് V = 0, V = കോൺസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ടൈം വേരിയിങ്. ഈ 3 എണ്ണത്തിൻ്റെയും ഈ ഉത്തരം നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റിലിട്ടെ, നോക്കട്ടെ ആരൊക്കെ പഠിച്ചതെന്നുള്ള കാര്യം നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇത് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരും കാണുന്നൊരു സെഷനാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, റിപ്ലൈസ് തരാറുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് 12th കാണുന്ന കുട്ടികൾ, റിപ്പീറ്റേഴ്സ്, ക്രാഷ് ഉള്ള കുട്ടികൾ, അങ്ങനെ ഈ ഒരു കോംബി എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സെഷനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് റിപ്പീറ്റേഴ്സ്, സാർ ഇതൊക്കെ എന്താ പഠിക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലേ സാർ, കുറച്ച് നല്ല പ്രോബ്ലംസ് ചെയ്തത് സാർ, അങ്ങനെ എന്നോട് കുറച്ച് പേര് പറയാറുണ്ട്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ അതെല്ലാം, ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഒരു ടീച്ചർ എടുക്കുമ്പോൾ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും നോക്കും, എല്ലാവർക്കും ഒരുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ശരിയാണല്ലോ? അപ്പോൾ അത് നമ്മൾ ഇവിടെയും ചെയ്യും. അതായത് നിങ്ങളെ സംബന്ധിച്ചതിൽ എല്ലാ കുട്ടികളും ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ചിലപ്പോൾ നീറ്റ് ഉറപ്പായിട്ട്, അതായത് നീറ്റ് കിട്ടുന്ന ഉറപ്പുള്ള കുട്ടികളുണ്ടാവും, കാരണം അത്രയും നന്നായി പഠിച്ചു കഴിഞ്ഞ കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കേൾക്കുന്ന കുട്ടികളുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപോലെ ഹെൽപ്പ് കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് കേട്ടോ സാർ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് എടുത്ത് പറയുന്നതും. അല്ലാണ്ട് പെട്ടെന്ന് പറയാൻ ഇതുണ്ടാവാനായിട്ടല്ല, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഒരു കുട്ടി അറിയാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി പഠിച്ചോട്ടെ, നമുക്ക് ഒപ്പം പഠിക്കുക അല്ലേ? എല്ലാവർക്കും ഒപ്പം പഠിക്കുക, എല്ലാവർക്കും ഒപ്പം നീറ്റ് കിട്ടും. ആൻഡ് സോ ഞാൻ പറഞ്ഞല്ലോ, സോ വി ആർ ഡൂയിങ് ദാറ്റ് ടുഗെദർ. അങ്ങനെ വരുമ്പോൾ വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. എന്താണ് കണ്ടക്ടർ എന്ന് പറയുന്നത്? നമുക്കറിയാം കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജസിനെ കിടത്തി വിടുന്ന ആൾ, ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കിടത്തി വിടുന്ന ആൾ. നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇലക്ട്രിസിറ്റി ഈസ് നത്തിങ് ബട്ട് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് നീങ്ങി കളിക്കണം. അങ്ങനെ നീങ്ങണമെങ്കിൽ എന്ത് പറ്റണം? ഇതിനകത്ത് ഇലക്ട്രോൺസിന് വീക്ക്ലി ബൗണ്ട് ആയിരിക്കണം. അതായത് എപ്പോഴും ആരായിരിക്കും? ഏറ്റവും പുറത്ത്, ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസ് ആണ് ആര്? പുറത്ത് നീങ്ങി കളിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾ, അതായത് ഔട്ടർ ഇലക്ട്രോൺസ് വീക്ക്ലി ബൗണ്ട് ആയിട്ടുള്ള ആളായിരിക്കും എന്ത്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഒരുപാട് പേര് മെസ്സേജ് ഇടുന്നുണ്ട്. യെസ്, എല്ലാവരും ഒരുമിച്ച് പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അത് ചാറ്റിലിടുക. അങ്ങനെ ആകുമ്പോൾ 2 കാര്യമാണ്. എന്ത്? നിങ്ങൾ കേട്ടു എന്ന് എനിക്ക് മനസ്സിലാവും, നിങ്ങൾ പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? പഠിക്കുന്നവരങ്ങ് ഇട്ടോടാ, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എഴുതി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചാറ്റിലും കിട്ടോ, ഒപ്പം പഠിക്കാം. ഓക്കെ ആണല്ലോ? സോ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് വീക്ക്ലി ബൗണ്ട് ആണ്. ഇതേ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അതുപോലെ തന്നെ അലൂമിനിയം ഉണ്ട്. അങ്ങനെ നമുക്ക് പരിചയമുള്ള മെയിൻ ആൾക്കാർ.
അടുത്ത കാര്യം ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം ഇവർക്ക് ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കില്ല. ഔട്ടർ ഇലക്ട്രോൺസിനെ ടൈറ്റ്ലി പിടിച്ചു വെച്ചിരിക്കുക. ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഇലക്ട്രോൺ തരില്ല, തന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടക്ട് ചെയ്യും, അതെനിക്ക് ഇഷ്ടമല്ല. ആ ഒരു ബേസിൽ നിൽക്കുന്നവരാണ് ആര്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇൻസുലേറ്റേഴ്സ് ആർ ടൈറ്റ്ലി ബൗണ്ട്. ഓക്കെ ആണല്ലോ, ഇൻസുലേറ്റേഴ്സ് ആർ ടൈറ്റ്ലി ബൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ്. ആരൊക്കെയാണ് ഉള്ളത്? നിനക്ക് നമ്മുടെ വുഡ് അല്ലെങ്കിൽ സ്റ്റോണ്, അവരൊക്കെയാണ് നമ്മുടെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, ഗ്രേറ്റ്. അങ്ങനെ പഠിച്ചാൽ വി ആർ കമ്മിങ് ടു ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് ചാർജിങ്? എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുള്ള വേറൊരു കാര്യമാണ് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എടുക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് സാറന്മാർ സ്കിപ്പ് ചെയ്ത സ്ഥലം. ഒന്ന്, മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്തൊക്കെയാണ്? അതായത് ഒരു ഒബ്ജക്റ്റ്, ദിസ് ഈസ് എൻ ഒബ്ജക്റ്റ്, ഇതിനകത്ത് ചാർജ് ഇല്ല, എനിക്ക് എങ്ങനെയാണ് ഇതിനെ ചാർജ് കൊടുക്കാൻ പറ്റുക? ഒന്നാമത്തെ കാര്യം ഫ്രിക്ഷൻ വഴി. എങ്ങനെയാണ്? ഞാൻ ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കും അല്ലേ, നമ്മളിതിനെങ്ങനെ ഒരതി കൊടുക്കുക, അതിനാണ് നമ്മൾ റബ്ബിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഒരാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുന്ന ആളെന്ത് പറ്റും? പോസിറ്റീവ്ലി ചാർജ് ആവും. മനസ്സിലായോടാ? ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ്ലി ചാർജ്. അടുത്ത ആൾക്ക് ഇലക്ട്രോൺ കിട്ടും. ഇലക്ട്രോൺ കിട്ടുന്ന ആൾക്ക് കൂടുതൽ ഇലക്ട്രോൺ കിട്ടുകയാണ്, കൂടുതൽ നെഗറ്റീവ് ചാർജ് കിട്ടുകയാണ്. സോ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്. മനസ്സിലായോടാ? ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്. സോ ഇലക്ട്രോൺ, അതായത് ആരാണോ കൊടുക്കുന്നത് ഹി ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്, ആരാണോ എടുക്കുന്നത് ഹി ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കുറേ സ്ഥലങ്ങളിൽ, അതായത് ഒരു സിൽക്ക് ക്ലോത്ത് വെച്ച് ഒരു ഗ്ലാസ് കൊണ്ട് റബ്ബ് ചെയ്തു, ആര് പോസിറ്റീവ് ആര് നെഗറ്റീവ്. അല്ലെങ്കിൽ ഒരു കാറ്റ്സ്കിൻ്റെ മുകളിൽ ഒരു എബോണൈറ്റ് റോഡ് വെച്ച് റബ്ബ് ചെയ്തു, ആര് പോസിറ്റീവ് ആര് നെഗറ്റീവ്. ആര് ചോദിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ബട്ട് നൗ യു ആർ ഗെറ്റിംഗ് എൻ പ്രോപ്പർ എക്സ്പ്ലനേഷൻ. ഇനി ആരും ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാൽ തെറ്റിക്കരുത് മക്കളെ. കണ്ടോ? എന്താണ് ഫസ്റ്റ് തിങ്? ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും ഇങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ചേ, ഇങ്ങനെയാണ് ഈ കോംബോ വരിക. എന്താ പറ്റുന്നത്? നീ ഗ്ലാസ് റോഡ് എടുത്ത് സിൽക്ക് ക്ലോത്ത് കൊണ്ട് വരുതുക, അപ്പോൾ ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആവും, സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ് ആവും. അതുപോലെ തന്നെ വുള്ളൻ ക്ലോത്ത്, റബ്ബർ ഷൂസ്, വുള്ളൻ ക്ലോത്ത് പോസിറ്റീവ് ആവും, റബ്ബർ ഷൂസ് നെഗറ്റീവ് ആവും. അതുപോലെ തന്നെ ഡ്രൈ ഹെയർ കോംബ്, നമ്മൾ മുടി ചെയ്ത് അല്ലേ, അങ്ങനെ എന്ത് പറ്റും? കോംബ് നെഗറ്റീവ് ആവും, പോസിറ്റീവായിട്ട് ആരാവുക? ഡ്രൈ ഹെയർ ആവുക. അതുപോലെ തന്നെ കാറ്റ് സ്കിൻ പോസിറ്റീവ് ആവും, എബോണൈറ്റ് റോഡ് നെഗറ്റീവ് ആവും. മനസ്സിലായോ? സോ ദിസ് ഈസ് വൺ തിങ് മക്കളെ. ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ മനസ്സിലാക്കുക. അവസാനം എക്സാമിന് ഇരിക്കുമ്പോൾ ആലോചിക്കുക, ഇന്ന് സാർ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, NCERT എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. സ്ഥിരമായിട്ട് പറയുന്ന പരിപാടിയാണ്. നിങ്ങൾ ഇപ്പോൾ ഇതിരുന്ന് പഠിച്ചോടാ. ഗ്ലാസ് റോഡ്, സിൽക്ക് ക്ലോത്ത്, ഇത് എന്തെങ്കിലും ഇപ്പോൾ എനിക്കിതിനൊരു, ഞാൻ കുറേ ആലോചിച്ചോളൂ, ഇതിന് എന്തെങ്കിലും ഒരു ന്യൂമോണിക് എന്തെങ്കിലും തരാൻ പറ്റുമോ? ഇനി ഇത് കണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ എനിക്ക് വേണം. ഇത് കണ്ട് ആർക്കെങ്കിലും ഒരു കിടിലൻ ന്യൂമോണിക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇടാം. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എല്ലാവരും പഠിച്ചോട്ടെ, ഒരുമിച്ച് പഠിക്കാം. ഗ്ലാസ് റോഡ്, വുളൻ ക്ലോത്ത്, ഡ്രൈ ഹെയർ, കാറ്റ് സ്കിൻ. ഇപ്പോഴത്തെ സിൽക്ക് ക്ലോത്ത്, റബ്ബർ, കോംബ്, എബോണൈറ്റ് റോഡ്. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഒരു കിടിലൻ ന്യൂമോണിക് ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കട്ടെ. സാധനം ഞാൻ തന്നിട്ടുണ്ട്, ഡ്രസ്റ്റ് ഇസ് അപ് ടു യു. പഠിക്കുന്നവർക്ക് ഇതും കൂടെ പഠിച്ച് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് എ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയില്ല, പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. ദർ ഇസ് നോ ഷുവർ ക്വസ്റ്റ്യൻ. എന്തും എങ്ങനെയും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. അടുത്തതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. മാക്സിമം സാറ് എന്താ പറയുക, ഫിഗേഴ്സ് ആയിട്ട് തന്നെ വന്നിട്ടില്ല, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ 4 ഇത് പഠിച്ചാൽ മതിയോ? യെസ്, മതിയടാ. ഈ 4 നിങ്ങളുടെ NCERT സ്റ്റേറ്റഡ് ആയിട്ടുള്ളത് കേട്ടോ. അതാണ് സാർ തന്നത്. അതിൻ്റെ പുറത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, പക്ഷെ ചോദിക്കൂല, പറഞ്ഞല്ലോ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് ഉള്ള ഒബ്ജക്റ്റ്, മറ്റേതിൽ രണ്ടിലും ചാർജ് ഇല്ല, ശ്രദ്ധിച്ചോ, രണ്ടും ന്യൂട്രൽ ആയിരുന്നു, ഒരതി കഴിഞ്ഞിട്ട് കിട്ടി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ചാർജഡ് ആവണം, മറ്റേ ഒബ്ജക്റ്റിനെ നമുക്ക് ചാർജ് ചെയ്യണം. എന്താ ചെയ്യുക? നമ്മൾ ആദ്യം പോസിറ്റീവ് ചാർജുള്ള ഒരു റോഡിനെ കൊണ്ടുവരാണ്. ഓക്കെ ആണല്ലോ? ഒരു റോഡിനെ കൊണ്ടുവരുന്നത് നമ്മൾ എന്ത് ചെയ്തു? നേരെ കൊണ്ടുവരുന്നത് നമ്മൾ തൊടുന്നത് ആരെയാടാ? ഒരു അൺചാർജഡ് ആയിട്ടുള്ള, അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആളെ തൊടുകയാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഒബ്വിയസ്ലി
നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് ഈ പോസിറ്റീവിൻ്റെ അടുത്തേക്ക് വരും. സ്വാഭാവികം, പോസിറ്റീവും നെഗറ്റീവും പരസ്പരം ഇഷ്ടത്തിലാണ്, അവരെ എവിടെ കണ്ടാലും അടുത്ത് വരും. അപ്പോൾ പോസിറ്റീവും എതിരാണ്. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യും? പോസിറ്റീവിന് ദൂരേക്ക് പോകും. നമുക്കിവർ എന്ത് ചാർജ് ചെയ്യണം? നമുക്കിവരെ നെഗറ്റീവ് ചാർജ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഒരു സൈഡിലേക്ക് വന്നു, അതിനെ നമ്മൾ നേരെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ ഒരു വയറും കൊടുക്കും, നേരെ ഭൂമിയിലേക്കും കുത്തും. മനസ്സിലായോ? നേരെ ഭൂമിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ചാർജ് എല്ലാം പാടെ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് അങ്ങ് പോവും. നൗ വാട്ട് ഹാപ്പൻസ്? ഈ പോസിറ്റീവ് ചാർജ് ഫുള്ള് ഗ്രൗണ്ട് വഴി എർത്തിലേക്ക് എലിമിനേറ്റഡ് ആയി. എന്നിട്ട് എന്ത് ചെയ്യുക? നോക്കുന്ന സമയത്ത് നോക്കിയേ, ഇപ്പം എല്ലാം, അതായത് ചാർജസ് ഒക്കെ ഇറങ്ങിപ്പോവാണ്. ആ ചാർജസ് എല്ലാം ഇറങ്ങിപ്പോയി. ഇനി നീ ആ റോഡ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ദിസ് ഗൈ വിൽ ബിക്കം ഫൈനലി ടോട്ടലി നെഗറ്റീവ്ലി ചാർജ്. മനസ്സിലായോ? ഗ്രേറ്റ്, ഫൈൻ. സോ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇൻഡക്ഷനിൽ ഒരു തവണ ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ചാർജസ്? ദിസ് ഇസ് ഒരു ടേമാണ് നിങ്ങൾ പഠിക്കുക, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അതായത് ചാർജസ് മൊത്തമായി കടന്നുവരെ ഒരു സൈഡിലേക്കും വേറൊരു സൈഡിലേക്കും നമ്മൾ മാറ്റി വെക്കുകയാണ്. അതാണ് ഇവിടെ ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനിൽ. മനസ്സിലായല്ലോ? ദർ ഇസ് ആക്ച്വലി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. മനസ്സിലായോ? ഫൈൻ. സോ ഇതിനകത്ത് ഇപ്പോൾ ഇൻഡക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡ്യൂസിങ് ബോഡി എന്ന് പറഞ്ഞാൽ ഇവൻ ആരാണോ ചാർജ് കൊണ്ട് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ ഏത് ചാർജുള്ള ഒബ്ജക്റ്റ് ആണോ അതാണ് ഇൻഡ്യൂസിങ് ബോഡി. ഇവന് ചാർജ് നഷ്ടപ്പെടുന്നില്ല, ചാർജ് കിട്ടുന്നില്ല. ശരിയാണല്ലോ? എന്താടാ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതായത് ഇൻഡ്യൂസിങ് ബോഡി നൈദർ ഗെയിൻസ് നോർ ലൂസ്. ഞാൻ കുറച്ച് ഫാക്റ്റ് പറയുകയാണ്, നിങ്ങളത് കൺസെപ്റ്റ് ആക്കിയിട്ട് എൻ്റെ കയ്യിൽ വെക്കണം. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് ചാർജ് കൊണ്ടാണോ വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ കൊണ്ടുവരിക. അപ്പോൾ ഇതിനകത്ത് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുള്ളതാണ്, എന്ത് സർ എനിക്കിവിടെ പോസിറ്റീവ് കൊണ്ടുവന്നൂടെ, ഇവിടെ പോസിറ്റീവ് കൊണ്ടുവന്നൂടെ? അത് നടക്കില്ല. അതായത് നമുക്ക് നെഗറ്റീവ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രൗണ്ട് ചെയ്യാൻ കാരണം എന്താ പറയുക? അതായത് ആക്ച്വലി ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സാധനം അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് എല്ലാം ഇവൻ്റെ അടുത്തേക്ക് വന്നു, പോസിറ്റീവ് ഒക്കെ ഒരു സൈഡിലേക്ക് പോയി. പോസിറ്റീവിന് ഇതിൻ്റെ പുറത്തേക്ക് പോകണം, കാരണം റിപ്പൾഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നീ ഒരു ഗ്രൗണ്ട് കൊടുത്ത് എന്ത് പറ്റും? അപ്പം തന്നെ ഈ പോസിറ്റീവ് എല്ലാവരും പാടെ എന്ത് ചെയ്യും? പെട്ടെന്ന് ആ പൊട്ടൻഷ്യൽ എനർജി അങ്ങ് ലോസ് ചെയ്ത് പെട്ടെന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അങ്ങ് പോകും. നേരെ മറിച്ച് നീ ഇവിടെ കൊടുത്തു വിചാരിക്കുക, ഇതൊരു ക്വസ്റ്റൻ അല്ല, എന്നോട് ഒരു തവണ ചോദിച്ചാണ്, നിങ്ങൾ നേരെ നെഗറ്റീവിൻ്റെ സൈഡിൽ കൊടുക്കുക, ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? നെഗറ്റീവ് ഇവിടെ ഹാപ്പിയാണ്, കാരണം പോസിറ്റീവ് വന്ന് നിൽക്കുകയാണ്, വരൂ മോനെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. താഴെ ന്യൂട്രലാണ്, ഇവിടെ സീറോ ആണ്, സീറോയിലേക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇതും ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എമൗണ്ട് ഓഫ് ചാർജ് ഇൻഡ്യൂസ്ഡ്. അതായത് ഇതൊരാണ് എനിക്ക് ചോദിക്കാറുണ്ട്, ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചാർജ്, വാട്ട് ഇസ് എൻ ചാർജ്? ക്യൂ ഡാഷ് എന്ന് പറയുന്നത് Q ഇൻറ്റു 1 മൈനസ് 1/k. ഓക്കെ ആണല്ലോ? സോ Q ഡാഷ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു 1 മൈനസ് 1/k. സോ ദിസ് ഇസ് എ ന്യൂ ഇക്വേഷൻ, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂ പീപ്പിൾ. ഇത് പണ്ട് ജിപ്മറിൽ ഒരു തവണ ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, ഐ ഗെസ് 2008 or 9 or സംതിങ്. അതിന് ചോദിച്ചത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് എത്ര ചാർജ് ഇൻഡ്യൂസ്. അപ്പോൾ നമ്മൾ ആദ്യം എത്ര ചാർജ് കൊണ്ട് വന്നു. ഓക്കെ, അതായത് എത്ര ചാർജാണ് ഇവന് ഉണ്ടായിരുന്നത്. ഓക്കെ, എത്ര ചാർജാണ് അത് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഒപ്പം തന്നെ ഈ മെറ്റീരിയലിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എത്ര ചാർജ് ഇൻഡ്യൂസ്ഡ് ആയി? Q ഡാഷ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു 1 മൈനസ് 1/k. ഇതിനൊരു വലിയ ഡെറിവേഷൻ ഉണ്ട് മക്കളെ, നിങ്ങളത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇക്വേഷൻസിൻ്റെ കളി മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? ഇസ് ദിസ് മച്ച് ക്ലിയർ? ഇത്ര കാര്യങ്ങൾ മനസ്സിലായോ? അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തല്ല, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത കാര്യം ചാർജിങ്. മൂന്നാമത്തെ കാര്യം കോൺടാക്റ്റ് ആണ്. എങ്ങനെയാണ് കോൺടാക്റ്റ് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക? ശ്രദ്ധിച്ചേ, ആദ്യം നമ്മളൊരു ന്യൂട്രൽ ഒബ്ജക്റ്റ് കൊണ്ടുവരിക. അതായത് ചാർജ് ഒന്നുമില്ല, നമുക്ക് അതിലാണ് ചാർജ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രൽ ഒബ്ജക്റ്റ് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്യൂടാ? ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള റോഡ് എടുക്കുക. ഓക്കെ, അതെടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ന്യൂട്രൽ ആയിട്ടുള്ള സാധനത്തിന് മുകളിൽ നിന്ന് തൊടുക. തൊട്ടല്ലോ, എന്ത് പറ്റി? ഇതിലുള്ള ചാർജ് മൊത്തം അപ്പുറത്തേക്ക് പോയി. ദിസ് ഇസ് ഫോളോ സെയിം പ്രിൻസിപ്പിൾ. എന്താ? ഒരു ഹൈ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ഒരു ലോ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ എന്ത് പറ്റി? ഈ ഇലക്ട്രോൺ ഇതിലേക്ക് വന്നു, എന്നിട്ട് ഈ റോഡിനെ റിമൂവ് ചെയ്യുക. ആൻഡ് യു ആർ ഗെറ്റിംഗ് വാട്ട്? യു ആർ ഗെറ്റിംഗ് ആൻ ചാർജ് ഒബ്ജക്റ്റ്. മനസ്സിലായോടാ? സോ ദിസ് ഇസ് റിഗാർഡിങ് കണ്ടക്ഷൻ. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം, എന്തൊക്കെയാണ് കണ്ടക്ടറിൻ്റെ ഡിഫറൻസ്, എന്തൊക്കെയാണ് ഇൻഡക്ഷൻ്റെ ഡിഫറൻസ്, ഈ പടം നിങ്ങൾ മനസ്സിലാക്കുക. സാറ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. കണ്ടക്ടറിൽ എന്താ ചെയ്യുക? ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കും, സാധനം കൊണ്ടൊന്ന് മുട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇൻഡക്ഷനിൽ എന്ത് പറ്റും? നമ്മൾ ചാർജ് ഇൻഡ്യൂസ് ചെയ്യാണ്, അല്ലേ? ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റി? ഇതിനകത്ത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റി? വാട്ട് ഹാപ്പൻസ്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സെഗ്രിഗേറ്റ് ആവും, ബാക്കിയുള്ളവനെ എർത്ത് ചെയ്ത് കളയും. മനസ്സിലായോ? സോ ദിസ് ഇസ് സമ്മറൈസിങ് ദി
ഹോൾ സ്റ്റഫ് വിച്ച് യു ഹാവ് ലേൺഡ്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഫൈൻ. സോ ഇതാണ് ചാർജിങ്. പറഞ്ഞേ, ചാർജിങ് മനസ്സിലായോ മക്കളെ? പറഞ്ഞേടാ, ചാർജിങ് മനസ്സിലായോ? എനിക്കിപ്പോൾ അറിയണം. മെത്തേഡ്സ് ഓഫ് ചാർജിങ് മനസ്സിലായോ? ഇതെന്ന് ചോദിക്കാവുന്ന ആകെയുള്ള ഒരു ഇക്വേഷൻ ഇതാണ്. അത് സാർ തന്നിട്ടുണ്ട്. എല്ലാ മെത്തേഡ്സും വിത്ത് ഡയഗ്രാംസ് വിത്ത് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. മനസ്സിലായോടാ? ഇത് എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളൊന്ന് പറഞ്ഞേ നോക്കട്ടെ. ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട, ക്വസ്റ്റ്യൻസ് തരും. ആൻഡ് മോസ്റ്റ് സർപ്രൈസിങ് തിങ് ഇസ് വാട്ട് യു നോ, ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ഇങ്ങനെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമായിരുന്നേ. അതിൽ ഇക്വേഷൻസ് എടുത്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫിസിക്സിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവും, സാർ എന്താ സാർ അങ്ങനെ പറയുന്നത്, അത് ടഫാണല്ലോ. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പറയും കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് വേണം, അതുകൊണ്ട് 1-2 ക്വസ്റ്റ്യൻസ് സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ദാറ്റ് ഈസ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ കഴിയുമ്പോഴേക്കും എല്ലാവരും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പക്കയായിരിക്കണം. ഓക്കെ ആണല്ലോ? അതിനുള്ള കാര്യങ്ങളെല്ലാം സാർ തരും. അത്രയും കഴിഞ്ഞു. ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. നമ്മൾ അടുത്ത രീതിയിലേക്ക് പോവാണ്. ദിസ് ഗായ് ഇസ് നോൺ ആസ് കുളംസ് ലോ. ഏതാണ് അടുത്ത ആൾ? ദിസ് ഇസ് നോൺ ആസ് കുളംസ് ലോ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ കുളംസ് ലോയിലേക്ക് കയറുകയാണ്. എന്താണ് കുളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുന്നത്? കുളംസ് ലോ പറഞ്ഞത് നമ്മൾ ഒരുപാട് മീം കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ആരൊക്കെ ഇരിക്കുന്നത്, നമ്മുടെ ന്യൂട്ടനെ കോപ്പി അടിച്ചിട്ട് കുളംസ് സാർ ഉണ്ടാക്കിയ ഒരു ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഇസ് മനസ്സിലാക്കാം. ഫസ്റ്റ് തിങ്, കുളംസ് ലോ ഈസ് ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതായത് ഇത് നീ പഠിക്കുന്ന സമയത്ത് 2 ചാർജും റെസ്റ്റിലായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്താടാ? 2 ചാർജും റെസ്റ്റിലായിരിക്കും. ഓക്കെ ആണല്ലോ? പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് ടഫാണ്. അല്ല, ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് നോട്ട് ടഫ്. 11 ആകുമ്പോഴേക്കും കഴിയുമോ? മാക്സിമം ശ്രമിക്കുക. അത്രയും ഉറക്കം വരികയാണെങ്കിൽ യു ക്യാൻ സ്ലീപ്പ്. അടുത്ത ദിവസം ബാക്കി കാണാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതേപോലെ ഈ ചാപ്റ്റർ തീർക്കണം. ഓക്കെ ആണല്ലോ? ബിക്കോസ് മക്കളെ ഓർത്തിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ ഡൈനാമിക്സ് അക്കൗണ്ട്സ് ഫോർ അറൌണ്ട് 7 to 8 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാത്തത്? ദാറ്റ്സ് അക്കൗണ്ട്സ് ഫോർ 32 മാർക്സ്. മനസ്സിലായോ? അത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ നിങ്ങളത് 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ഹൗ മച്ച് എവർ യു സ്പെൻഡ് ഓൺ ദിസ് വിൽ നെവർ ഗോ ഇൻ വെയിൻ. നിങ്ങൾക്ക് ഇതുകൊണ്ട് മാക്സിമം ഉപയോഗം ഉണ്ടാവും. ഐ ജസ്റ്റ് വാണ്ട് സേ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇരുന്നോ പഠിച്ചോ. ഇതേപോലെ നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കും. ഓക്കെ, സോ കുളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഞാൻ പറഞ്ഞു. കുളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് വേണമെങ്കിൽ 2 ചാർജും റെസ്റ്റിലായിരിക്കണം. ഞാൻ 2 ചാർജ് എടുക്കുകയാണ്. ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്. അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. എന്താണ് കുളംസ് സാർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ കുളംസ് സാർ പറഞ്ഞത് ദിസ് ഫോഴ്സ്, ഇവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. നേരെ മറിച്ച് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവർക്കൊരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അത് എന്താണെങ്കിലും അത് 2 ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആണ്. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2. അതുപോലെ തന്നെ നമുക്കറിയാം എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു d². അല്ലേ? അങ്ങനെ കിട്ടിയ ഇക്വേഷൻ ആണ് എന്ത്? എഫ് ഈസ് ഈക്വൽ ടു K Q1 Q2 by d², where K is equal to 1/4 pi epsilon 0. And what is epsilon 0? Epsilon 0 is nothing but the എന്താണ് പറഞ്ഞത്? epsilon 0. What is epsilon 0? പറഞ്ഞേ. അതെങ്കിലും നിങ്ങൾക്ക് എന്താണ്? വാട്ട് ഇസ് എപ്സിലോൺ 0? ഈസിയസ്റ്റ് തിങ്. വാട്ട് ഇസ് എപ്സിലോൺ 0? വേഗം പറഞ്ഞേ. ഓക്കെ, വാട്ട് ഇസ് എപ്സിലോൺ 0 പറയണം. പി വെച്ച് തുടങ്ങുന്ന വാക്കാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി വേണമല്ലോ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. വാട്ട് ഇസ് എപ്സിലോൺ 0? വേഗം പറഞ്ഞു. ദാറ്റ് ഇസ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ദിസ് ഇസ് നോൺ ആസ് പെർമിറ്റിവിറ്റി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് പെർമിറ്റിവിറ്റി? ഫോർ ദ ഫസ്റ്റ് ടൈം ഒരുപാട് പേര് നിങ്ങളോട് തന്നെ ചോദിക്കുക വാട്ട് ഇസ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസിലൂടെ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാൻ കഴിയും. സോ പെർമിറ്റിവിറ്റി ഈസ് നത്തിങ് ബട്ട് ദി എക്സ്റ്റെൻറ്റ്, അല്ലെങ്കിൽ ഹൗ മച്ച് എ ചാർജ് വിൽ അലൗ ഇറ്റ്, അല്ലെങ്കിൽ എ സബ്സ്റ്റൻസ് വിൽ അലൗ ഇറ്റ് ടു പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. ഓക്കെ ആണല്ലോ? അതിനാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതിന് വാല്യൂ അറിയാലോ, 9 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 9 × 10⁹. ഓക്കെ ആണല്ലോ? ഞാൻ നീറ്റ് എഴുതിയത് 2018 അതിന് മുന്നേ 2017 ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ കൊടുത്ത സമയത്ത് ഇതായിരുന്നു. വാട്ട് ഈസ് എ ഡയമെൻഷൻ ഓഫ് ഈ ഒരു എന്താ പറയുക, ഈ മറ്റേ ദിസ് വൺ പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ എന്നോട് ചോദിച്ചു, അല്ല ഈ ഒരു കോൺസ്റ്റന്റ് ഡയമെൻഷൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റിലേക്ക് വരികയാണ്. വാട്ട് ഈസ് വെക്റ്റർ ഫോം? എന്താണ് വെക്റ്റർ ഫോം എന്ന് പറയുന്നത്? വെക്റ്റർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുക
നമ്മൾ സ്പെസിഫൈ ചെയ്യും ഏതിൻ്റെ മോളിൽ ആക്ട് ചെയ്യുന്നു, ആര് കാരണം ആക്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ വെക്റ്റർ ഫോമിൽ പറയുന്നത്. സോ ഫസ്റ്റ് തിങ് എന്താണ്? ഫസ്റ്റ് തിങ് ഇസ് F12 എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. അങ്ങനെ കേട്ടോ എപ്പോഴും ആദ്യം ഏത് സംഖ്യയാണോ അവൻ്റെ മോളിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അത് കഴിഞ്ഞ് 2 ആരാണോ അവനായിരിക്കും ഫോഴ്സ് കൊടുക്കുക. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ദാറ്റ് ഈസ് KQ1 Q2 ബൈ R² ഇൻറ്റു R21. R21 എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 1ലേക്കാണ് ആ ഒരു ഫോഴ്സ് പോകുന്നത്. മനസ്സിലായോടാ? 2ൽ നിന്ന് 1ലേക്കാണ് ആ ഫോഴ്സ് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്, ഫോർ ദ സേക്ക്. അതുപോലെ F21 ഉണ്ട്. മനസ്സിലായോടാ? ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ, നൗ കംസ് ദി വില്ലൻ. ഇക്വിലിബ്രിയം ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഇക്വിലിബ്രിയം ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. 4 പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ടാവും. ഈ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാവുന്ന കണ്ടീഷൻ ഒരുപാട് പേര് നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല. റിപ്പീറ്റേഴ്സ് എത്ര തവണ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് സമയം കളഞ്ഞിട്ടുണ്ടെന്ന്. ആൻഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഗായ്സ് യു ടേക്ക് ദിസ് വിത്ത് യു. നടുക്ക് ക്യാപിറ്റൽ ലെറ്റർ Q ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെ Q ആണെങ്കിൽ ഫോർ വാട്ട് വാല്യൂ ഓഫ് Q ദിസ് സിസ്റ്റം ഗോസ് ഇൻ ടു ഇക്വിലിബ്രിയം എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കും അല്ലേ? ഓരോന്നിൻ്റെയും റിസോൾവ് ചെയ്ത് നെറ്റ് ചാർജ് കണ്ടുപിടിക്കും. ഇനി നിങ്ങളത് ചെയ്യരുത് മക്കളെ. ഫോർ ദ ഫസ്റ്റ് ടൈം ടേക്ക് ദിസ്. Q is equal to minus Q by root 3. -Q/√3. ഇനി നിങ്ങൾക്ക് ഡൗട്ടില്ല, Q എന്ന് പറയുന്നത് എത്രയാണ്? -Q/√3 ആണ് കേട്ടോ. സോ ഇനി എപ്പോഴൊക്കെ ഓർത്തിരിക്കണോ, ട്രയാങ്കിൾ ആണോ Q is equal to -Q/√3. അതുപോലെ തന്നെ സ്ക്വയർ. ഇത് രണ്ടുമേ നിങ്ങൾക്ക് ചോദിച്ച് കണ്ടിട്ടുമുള്ളൂ. ഹെക്സാഗൺ എല്ലാവരും പറയുന്നുണ്ട്, ബട്ട് ഹെക്സാഗൺ ഇസ് വെരി വെരി അൺലൈക്ലി കേട്ടോ. ഇനി അതൊന്നും ചോദിക്കുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. സോ നെക്സ്റ്റ് തിങ് ഇസ് സ്ക്വയർ. സ്ക്വയറിൻ്റെ ആണെങ്കിലോ, Q is equal to -Q into 2√2 plus 1 divide 4. Q is equal to -2 വൃത്തിയായില്ല. Q is equal to -Q into 2√2 plus 1 divided by 4. ഇതാണ് ആ ഇക്വേഷൻ. കിട്ടിയോടാ? ഇതാണ് ആ ഇക്വേഷൻ. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ഇക്വിലിബ്രിയത്തിന് വേണ്ട 2 ഇക്വേഷൻസ് അത് ഡയറക്റ്റ് നിങ്ങൾക്ക് നേരെ അങ്ങ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. ഇതേ നിങ്ങൾക്ക് ഇതൊന്ന് ചോദിക്കുള്ളൂ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടെ? ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? കാരണം ഇത് നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇസ് ദർ സം ഇഷ്യൂ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ ഒരു തംസ് അപ്പ് തന്നാൽ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. Okay. So Umar Salam, hi sir. Nakshatra says exactly. ബാക്കിയുള്ളവർക്ക് എവിടെ പോടെ? 71 ആൾക്കാരുണ്ട് ചാറ്റിൽ. നിങ്ങൾ എന്ത് പറ്റി? ആർക്കും ഉഷാറില്ലേ? നമ്മുടെ സ്ഥിരം കുട്ടികൾ മാത്രമേ ഉള്ളൂ. പുതിയ ആൾക്കാർ വരട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എന്താ പറയുക, പുതിയ കാര്യങ്ങൾ, എസ്പെഷ്യലി ഇതുവരെ ഒന്നും അറിയാത്ത ആൾക്കാർക്കായിരുന്നു. ഇനി യു ബേസിക്കലി നോയിങ് തിങ്സ്, ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദിസ് ക്ലിയർ. ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇറ്റ്സ് സംതിങ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എബവ് അല്ലേ? നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് മെക്കാനിക്സിന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ ആണല്ലോ? എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇക്വിലിബ്രിയം ഓഫ് എ സസ്പെൻഡഡ് പോയിന്റ് ചാർജ് സിസ്റ്റം. എന്താണ് പോയിന്റ് ചാർജ് സിസ്റ്റം? ആരും പോരുത്. ഇത് ടഫ് ഒന്നും അല്ല. നിങ്ങൾക്ക് ചോദിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സാർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് കുറേ ടഫ് കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കാനല്ല. എന്താണിത്? ശ്രദ്ധിച്ചേ. വേറൊന്നുമില്ല. നിങ്ങൾ 2 ചാർജ് സസ്പെൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? രണ്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള Q ആണ്. ഓക്കെ ആണല്ലോ? അവരങ്ങനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവർ അടുത്തേക്ക് വരില്ല. ഇവർ റിപ്പൾഷൻ ഉണ്ടാവും. അപ്പോൾ ഇവരൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ ഡിസ്റ്റൻസിനെ നമുക്ക് X എന്നങ്ങ് വിളിച്ചാലോ? X എന്ന് വിളിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഈക്വൽ ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണിത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇത് X ആണ്. അങ്ങനെ വന്ന സമയത്ത് ഈ ഒരു ത്രെഡിൻ്റെ ലെങ്ത്ത് 2 സൈഡിലും L ആണ്. ഇനി നമ്മളോട് ചോദിച്ചുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നറിയോ? ഈ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? വേറെ ഒന്നും തന്നിട്ടുണ്ടാവില്ല. വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് എക്സ്? 2Q സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് Q? ഇതാണ് ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോടാ? ഇവരെങ്ങനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണോ?
ഇവർ പരസ്പരം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണോ? രണ്ടിനും പരസ്പരം വലിക്കല്ലേ ചെയ്യുക. സോ ഫോഴ്സസ് ആർ റിപ്പൾസീവ്. ഇവർ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് വലിക്കും. ഓക്കെ ആണല്ലോ ഫൈൻ. സോ ദാറ്റ് ഇസ് എഫ്. ഇനി ഇതിന് ഞാൻ നടുക്കൊന്ന് വരയ്ക്കാം. കുഴപ്പമുണ്ടോടാ? വരച്ചു. ദിസ് ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതും തീറ്റ. ഞാൻ മിഡ് ലൈനിലൂടെ വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. നമുക്കറിയാം ഏത് മാസിനെയും നമ്മളൊരു വയറിൽ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അഥവാ നമ്മുടെ ആ ഒരു വയറിന് ഒരു ഫോഴ്സ് ഉണ്ടാവും, അല്ലെ ഒരു ടെൻഷൻ ഉണ്ടാവും. അത് നമ്മൾ ടെൻഷൻ തന്നെയാണ് വിളിക്കുന്നത്. ശരിയാണല്ലോ. ആ ഒരു ഡ്യൂ ടു അല്ലെങ്കിൽ ബൈ വിർച്യൂ ഓഫ് മാസ് ദാറ്റ് പെർട്ടിക്കുലർ വയർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ദാറ്റ് ഈസ് നോൺ ആസ് ടെൻഷൻ. ഓക്കെ ആണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് വന്നു. നൗ വി ക്യാൻ റിസോൾവ് ഇറ്റ്. ശ്രദ്ധിച്ചേ, മുകളിലേക്കൊന്നുണ്ടാവും, അതുപോലെ ഇങ്ങോട്ടൊന്നുണ്ടാവും. ശരിയാണല്ലോ. മുകളിലേക്കുള്ളത് ഏതാടാ? മുകളിലേക്കുള്ള ഏതാ? കൂടെ പറഞ്ഞ മുകളിലേക്കുള്ളത് ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ. ഡൗട്ട് ഉണ്ടോ? ഇതും തീറ്റ. കാരണം എന്താ? ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ്റർസെക്റ്റിംഗ് അല്ലേ. സോ ഇതൊരു തീറ്റയാണ്. ഇത് തീറ്റയാണെങ്കിൽ ശ്രദ്ധിച്ചേ, ഇത് ടി ആണ്. ഇത് ടി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ദിസ് ഇസ് ടി കോസ് തീറ്റ. ഇതെന്തായിരിക്കും? ദിസ് വിൽ ബി ടി സൈൻ തീറ്റ. ആദ്യമേ ഞാൻ പറയാം, ഇപ്പോഴും റിപ്പീറ്റേഴ്സിൻ്റെ ഇടയിലും അതുപോലെ തന്നെ പഠിക്കുന്നവരുടെ ഇടയിലും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ആംഗിളിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആൾ കോസ് തീറ്റയും ആംഗിളിൻ്റെ അപ്പുറത്തുള്ള ആൾ സൈൻ തീറ്റയും വന്നതെന്ന്. അത് നമുക്ക് ഇന്നങ്ങ് തീർത്ത് തരാം. ഇനി നിങ്ങൾ ഇതൊരിക്കലും ഒരു സാറോടും ചോദിക്കരുത് കേട്ടോ. ഇതാണ് നമ്മുടെ വെക്റ്റർ എ. ഓക്കെ, ഇതാണ് ആംഗിൾ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി എന്താ ചെയ്യുന്നറിയോ? ഞാൻ അപ്പോൾ ഇതിനെ ഒരു എ എലോങ് എക്സ് എന്ന് വിളിക്കുകയാണ്, ഇതിനെ എ എലോങ് വൈ എന്ന് വിളിക്കുകയാണ്. ഒബ്വിയസ്ലി ഇത് എ എക്സ് ആണെങ്കിൽ ഇതും എ എക്സ് ആയിരിക്കും അല്ലേ, എ വൈ ആയിരിക്കും. കാരണം രണ്ടും ഞാൻ വരച്ചപ്പോൾ മാറിപ്പോയത് രണ്ടും ഇതേപോലെയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് എ ആണ്, അതിൽ ഡൗട്ടൊന്നുമില്ലോ. ദിസ് ഇസ് എ. ഇനി നിങ്ങളിതൊന്ന് സൈൻ തീറ്റ എടുക്കാം. വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് എ വി ബൈ ഹൈപ്പോട്ടനസ് എ. അഥവാ എ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. എ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അതായത് തീറ്റ ആംഗിളിൽ നിന്ന് മാറിയുള്ള ആൾ എപ്പോഴും ആരായിരിക്കും? എ സൈൻ തീറ്റ ആയിരിക്കും. മനസ്സിലായോടാ? ആൻഡ് എക്സ്. ഇനി ഇവിടുന്ന് കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ ഈസ് അഡ്ജസൻറ്റ് സൈഡ് എ എക്സ് ബൈ ഹൈപ്പോട്ടനസ് എ. ദെർഫോർ എ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ. എന്താടാ പറഞ്ഞേ? എക്സ് കോമ്പണൻറ്റ്, അതായത് നമ്മുടെ തീറ്റ ആംഗിളിന് ചേർന്നുള്ള ആൾ അഥവാ എക്സ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോസ് തീറ്റ, അതായത് കോസ് ആംഗിൾ വരുന്നവരായിരിക്കും. മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യം തിരിച്ചു കൊണ്ടുവരാം. നമുക്ക് അവിടെ എ ആയിരുന്നു, ഇവിടെ ടി ആണ്. അപ്പോൾ തീറ്റ ഇതാണ്. തീറ്റയ്ക്ക് അടുത്തുള്ള ആൾ ടി കോസ് തീറ്റ, തീറ്റയ്ക്ക് ദൂരെയുള്ള ആൾ ടി സൈൻ തീറ്റ. മനസ്സിലാവില്ല? നിങ്ങൾക്ക് വെക്റ്റർ റിസോൾവിങ്ങും കോസ് തീറ്റ സൈൻ തീറ്റ മനസ്സിലായിച്ചാൽ ജസ്റ്റ് ഒന്ന് പറയട്ടെ. എനിക്ക് ഒരു ഫോളോ അപ്പ് കിട്ടാനാണ്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അല്ല, ഡെഫിനറ്റ്ലി 2013-12 ആ സമയത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ നമ്മൾ റിസോൾവ് ചെയ്തു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു വെയിറ്റ് ഉണ്ട് താഴത്തേക്ക്. അത് എം ജി പറഞ്ഞൊരു വെയിറ്റ് ആണ്, ഡ്യൂ ടു മാസ് അല്ലേ. ആ ഒരു ചാർജിലൊരു മാസ് ഉണ്ട്, ആ മാസ് അതിനെ താഴേക്ക് വലിക്കും. സോ ഇറ്റ് ഇസ് ഹാവിങ് എ വെയിറ്റ് എം ജി. ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെ മുകളിൽ ടി കോസ് തീറ്റ, അതായത് നമ്മുടെ ടി കോസ് തീറ്റ എന്ന് പറഞ്ഞ വെയിറ്റ്, ഈ സാധനം ഇവ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ എം ജിനെയാണ്. ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി. ശരിയാണല്ലോ? ടി കോസ് തീറ്റ എന്ന് പറയുന്നത് എത്രയാടാ? എം ജി ആണ്. ആൻഡ് വാട്ട് ഇസ് ടി സൈൻ തീറ്റ? ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സിനെയാണോ ബാലൻസ് ചെയ്യുന്നത്? ടി സൈൻ തീറ്റ ഇങ്ങോട്ട് വലിക്കുന്നു, ഫോഴ്സ് അങ്ങോട്ട് പോകുന്നു. ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇങ്ങനെ എഫ് എന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? തെറ്റില്ല. സോ ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താടാ? എഫ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ശരിയാണല്ലോ? മനസ്സിലായല്ലോ? ആൻഡ് നമുക്കറിയാം ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് കുളംസ് ലോ ആണ്. ദാറ്റ് ഈസ് കെ ഇൻറ്റു രണ്ട് ചാർജ് ക്യൂ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ അവർക്കിടയിലെ ഡിസ്റ്റൻസ് എത്രയാടാ? എക്സ്. സോ ദിസ് ഇസ് എക്സ് സ്ക്വയർ. സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. മനസ്സിലായല്ലോ? സോ ദിസ് ഇസ് കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ശരിയാണല്ലോടാ? മനസ്സിലായല്ലോ? ഫൈൻ. സോ നിങ്ങൾക്ക് ടി കോസ് തീറ്റ കിട്ടി, ടി സൈൻ തീറ്റ കിട്ടിയില്ല. അപ്പോൾ ആദ്യം ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു പറഞ്ഞേ കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി. ഇത്രയും ശരിയാണല്ലോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 1, 2 ഇവരങ്ങ് ഡിവൈഡ് ചെയ്യാം. എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്? ടാൻ തീറ്റ കിട്ടാനാടാ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എത്രയാടാ? അത് ടാൻ തീറ്റയാണ് അല്ലേ. അപ്പോൾ ഇതിനെങ്ങ് അറേഞ്ച് ചെയ്യാം. അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ബൈ എം ജി അല്ലേ. അപ്പോൾ എക്സ്
സ്ക്വയർ എം ജി. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെറിയൊരു ഉഡായിപ്പ് കാണിക്കും. ഇവിടെ രണ്ട് ചെറിയ, അതായത് ഇവർ രണ്ടുപേരും കുറച്ച് നീങ്ങുള്ളൂ. അപ്പോൾ ഇവരുടെ ആംഗിൾ വളരെ ചെറുതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഫിസിക്സിൽ യൂസ് ചെയ്യുന്ന ഉഡായിപ്പാണ് ടാൻ തീറ്റ സൈൻ തീറ്റയോട് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ? ഓക്കെ, സൈൻ തീറ്റയോട് ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ് ഇവിടെ സൈൻ തീറ്റ? എന്താ ഇവിടെ സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് എക്സ് ബൈ ഹൈപ്പോട്ടനസ്. എക്സ് ഇവിടെ എക്സ് ആണോ? ഇത് ഇത്രയല്ലേ എടുക്കുന്നുള്ളൂ. ഈ ട്രയാങ്കിളാണ് നമ്മൾ എടുത്തത്, ശരിയാണല്ലോ? ഈ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ എടുത്ത് ഇവിടെ എക്സ് അല്ല, ഈ ഡിസ്റ്റൻസ് ഇസ് എക്സ് ബൈ 2. സോ ദിസ് ഇസ് സൈൻ തീറ്റ ഈസ് എക്സ് ബൈ 2 ഇൻറ്റു ഇവിടെ ഹൈപ്പോട്ടനസ് എൽ ആണ്. സോ എക്സ് ബൈ 2 ബൈ എൽ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 2l. ചിലവർ ചോദിക്കും, സാർ എപ്പോഴാണ് സൈൻ തീറ്റ എടുക്കേണ്ടത്, എപ്പോഴാണ് ടാൻ തീറ്റ, കോസ് തീറ്റ? നിങ്ങൾക്ക് ഏത് ആംഗിൾ എടുക്കുമ്പോഴാണോ അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇവിടെ ആകെ സൈൻ തീറ്റയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസും രണ്ട് വാല്യൂസും അറിയുള്ളൂ. അതുകൊണ്ടാണ് എടുത്തത്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2l. മനസ്സിലായോടാ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2l. സോ നമുക്കറിയാം. അപ്പോൾ ടാൻ തീറ്റനെ മാറ്റി സൈൻ തീറ്റയാക്കി, അതിനെ കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എം ജി ആക്കി, ശരിയാണല്ലോ? അപ്പം എന്ത് കിട്ടി? സൈൻ തീറ്റയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. അതെത്രയാണ്? എക്സ് ബൈ 2l. സോ എക്സ് ബൈ 2l ഇസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എം ജി, ശരിയാണല്ലോ? ഇനി ഇതങ്ങ് വെട്ടി ഇതാക്കുക, അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ആവും. അങ്ങനെ ചെയ്യുക, അത് ഞാൻ പോകുന്നില്ല, ലെങ്തി ആക്കുന്നില്ല. എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 2k ക്യൂ സ്ക്വയർ എൽ ബൈ എം ജി. വേറെ ഒന്നുമില്ലടാ, എക്സ് സ്ക്വയർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, അപ്പോൾ എക്സ് ക്യൂബ് ആയി. എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ഇതിലിങ്ങോട്ട് കൊണ്ടുവന്ന് എത്രയാണ്? കെ ക്യൂ സ്ക്വയർ ഇൻറ്റു 12 ബൈ എം ജി. ഓക്കെ ആണല്ലോ? ആൻഡ് വാട്ട് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു? എക്സ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ എൽ ബൈ 2 പൈ എപ്സിലോൺ 0 എം ജി. ഒന്നുമില്ല, ഞാൻ ആ ഒരു കെനെ 1/4 പൈ എപ്സിലോൺ 0 എന്ന് ആക്കിയതാണ്. സോ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചോളൂ. പഠിക്കല്ല, വേണ്ടൊരു പഠിച്ചോ. എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 എം ജി ഹോൾ റേസ് ടു 1/3. കിട്ടിയോ? മനസ്സിലായോ? ഗ്രേറ്റ്. മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് പറഞ്ഞുതരാം. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഐ ആം പ്രഡിക്റ്റിംഗ് അനദർ പോസിബിലിറ്റി. ഇനി നിങ്ങൾക്ക് നീറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തരട്ടടാ. ശ്രദ്ധിച്ചേ, ഇപ്പം നമ്മൾ ചെയ്തത് എന്താ? വി ഹാവ് സിംപ്ലി സസ്പെൻഡഡ് 2 masses അല്ലേ? നമ്മൾ രണ്ടെണ്ണത്തിനെ സസ്പെൻഡ് ചെയ്തു ആൻഡ് ബോത്ത് ആർ ജസ്റ്റ് സെപ്പറേറ്റഡ്. ഞാൻ ഇതേ സിസ്റ്റം എടുത്തിട്ട് നേരെ ഒരു സാറ്റലൈറ്റ് എർത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് പറ്റി? എം ജി ഫോഴ്സ് എലിമിനേറ്റ് ആയി. അപ്പോൾ എന്ത് പറ്റി? വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവർ താഴത്തേക്ക് തൂങ്ങിക്കിടക്കോ? ഇല്ല. ഇവരെന്ത് ചെയ്യും? ഇവർ മെല്ലെ മുകളിലേക്ക് വന്ന് ദേ വിൽ ബി അസ്യൂമിങ് എ ലീനിയർ ഫാഷൻ. ഒരു 180 ഡിഗ്രിയിലേക്ക് മാറി ഒരു ലീനിയർ ഫാഷനിലേക്ക് വരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഈ എക്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതൊരിക്കലും ഒരുപാട് പേര് ചെയ്യുന്ന കാര്യം എന്താ പറയുക? അവർ പറയും ദിസ് ഇസ് എൽ, ദിസ് ഇസ് 2l. ഉത്തരമായി. ശരിയാണോ? പക്ഷേ അങ്ങനെയല്ല ഈ കാര്യം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വരണം എന്ന് നിർബന്ധമില്ല. പിന്നെ ഫോഴ്സ് കാരണം, അതായത് ഗ്രാവിറ്റി മാത്രമേ എലിമിനേറ്റ് ആവുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ ടെൻഷൻ്റെ കൺസിഡറേഷൻ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. മൈ ക്വസ്റ്റ്യൻ ഇസ് സോറി, ഇത് സെയിം ആണ് കേട്ടോ. സോറി, ഈ ഒരു ഡിസ്റ്റൻസ് സെയിം ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് 12 ആണ്, അത് വ്യത്യാസമല്ല, മാറിപ്പോയി. ചോദ്യം വരിക, വാട്ട് ഇസ് ദ ടെൻഷൻ ഡെവലപ്ഡ് ഓൺ ദി സ്ട്രിങ്? കാരണം ഇതിങ്ങനെ വരുന്ന സമയത്ത് രണ്ടും വലിക്കുകയാണ് അല്ലേ? സോ നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ടെൻഷൻ എത്രയാണെന്ന് ചോദിക്കും. ദാറ്റ് ടെൻഷൻ ഇസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ 4l. കെ ക്യൂ സ്ക്വയർ ബൈ 4l. മനസ്സിലായോടാ? ഓക്കെ, ഫൈൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണോ? ഡെഫിനറ്റ്ലി ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇത് ചോദിക്കാം കേട്ടോ. ദിസ് ഇസ് ആൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു ഗൈസ്. ഓക്കെ, പഠിച്ചല്ലോ? മനസ്സിലായോടെ? എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്നൊന്ന് പറയാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് പറഞ്ഞേ നോക്കട്ടെ. സോ ഇനി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് സാർ എന്ത് ചെയ്യാൻ പോകുന്നത്? നീറ്റിലെ ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും പറയരുത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ടഫാണ് അല്ലെങ്കിൽ ഇതാണെന്ന്. ക്വസ്റ്റ്യൻ വായിക്കാം, ഒരുമിച്ച് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇത് 2019 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ പ്രീവിയസ് ഇയർ ആണ് ചെയ്യുന്നത്. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ചോദിച്ചത് ടഫാണോ അതോ എന്ന്. ഒന്നുകൂടെ കാണിക്കുമോ? ഇതോടെ ഇങ്ങനെ കണ്ടാൽ പോലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് അടിച്ചിട്ടും കാണാം. ഓക്കെ ആണല്ലോ? ഫൈൻ. മൊത്തം പറയരുത്. മൊത്തം പറയണമെങ്കിൽ ഞാനത് വൃത്തിക്ക് പറഞ്ഞാണ് ഒന്ന് ബാക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് പഠിക്കാം. ഓക്കെ,
അടുത്തത് 2 point charges A and B having charges plus Q and minus Q respectively are placed at certain distance apart. ഓക്കെ, അപ്പോൾ എന്താ പറ്റിയത്? ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്, പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്. രണ്ട് ഫോഴ്സ് ഉണ്ട്, പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്. ഓക്കെ, സോ എന്താ പറ്റുന്നത്? ഇത് എ എന്ന് പറഞ്ഞ പോയിൻ്റാണ്, ആൻഡ് ഇത് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഓക്കെ, ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആ ഡിസ്റ്റൻസിന് ആർ എന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഡിസ്റ്റൻസ് ഇസ് യൂഷ്വലി ആർ അല്ലേ? അപ്പോൾ നമുക്കിതിന് ആർ എന്ന് എടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ പറയുന്നത് ഇവരുടെ ഇടയിലൊരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സ് എഫ് ആണ്. ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് എത്രയാടാ? എഫ് ആണ്. ഇഫ് 25% ഓഫ് ദ ചാർജ് ഓഫ് എ ഈസ് ട്രാൻസ്ഫേർഡ് ടു ബി. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യു എ, ചാർജ് ഓൺ എ, ഇത് ചാർജ് ഓൺ ബി, ക്യു ബി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയിലുള്ള 25% ചാർജ് ആദ്യം ക്യൂ ആയിരുന്നു. 25% എന്ന് പറഞ്ഞാൽ എത്രയാ? 100% എന്ന് പറഞ്ഞാൽ ക്യൂ. 50% പറഞ്ഞാൽ ക്യൂ ബൈ 2, 25 എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ 4. തർക്കമില്ലല്ലോ? ഇല്ല. അപ്പോൾ ക്യൂ എന്നിപ്പോൾ ക്യൂ ബൈ 4 ചാർജ് കൊടുത്തു. ആർക്ക് കൊടുത്തു? ബിയിലേക്ക് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ക്യൂവിലുള്ള ചാർജ് എത്രയാ? 3Q by 4. അതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. ഇനി ബീൻ്റെ കാര്യം അറിയണം. ബീന് മൈനസ് ക്യൂ ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം അതിനെന്തും കൂടെ കിട്ടി? അതിനൊരു ഈ ക്യൂ എന്ന് പോയ ക്യൂ ബൈ 4 ചാർജ് കൂടെ കിട്ടി. അപ്പോൾ ക്യൂബിക്ക് ഇപ്പോൾ എത്ര ചാർജ് ഉണ്ട്? മൈനസ് ക്യൂ പ്ലസ് ക്യൂ ബൈ 4. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ. ഇനി ചോദിച്ചിട്ടുള്ളത് പുതിയ ഫോഴ്സ് എന്താണ്? വാട്ട് ഈസ് എഫ് ഡാഷ്? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 1/4πε0 പുതിയ ചാർജ് ക്യൂ മൈനസ് ക്യൂ ബൈ 4. ഇങ്ങനെ തന്നെ എഴുതാം. ക്യൂ മൈനസ് ക്യൂ ബൈ 4 ഇൻറ്റു അടുത്ത എന്താണ്? മൈനസ് ക്യൂ പ്ലസ് ക്യൂ ബൈ 4. അടുത്ത ചാർജ് അല്ലേ? ക്യൂ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ബൈ 4 ഹോൾ ഡിവൈഡ്സ് ബൈ ആർ സ്ക്വയർ. ഹോൾ ഡിവൈഡ്സ് ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് കിട്ടൂടാ? ദിസ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ബൈ 4 3Q by 4. ക്യൂ ബൈ ഇനി അടുത്തത് ക്യൂ ബൈ 4 മൈനസ് ക്യൂ. വാട്ട് ഇസ് ക്യൂ ബൈ 4 മൈനസ് ക്യൂ? മൈനസ് 3Q by 4. ശരിയാണല്ലോ? ക്യൂ മൈനസ് ക്യൂ ബൈ 4 ചെയ്യുക, ഒരു മൈനസ് ഇടുക. സോ ദിസ് ഇസ് മൈനസ് 3Q by 4 ഹോൾ ഡിവൈഡ്സ് ബൈ ആർ സ്ക്വയർ. ഹോൾ ഡിവൈഡ്സ് ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ഈ മൈനസിനെ മുന്നോട്ട് കൊണ്ടുവരാണേ. സോ ദിസ് ഇസ് മൈനസ് 1/4πε0. 3 × 3 9, 4 × 4 16 ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചേടാ. ആൻഡ് വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് മൈനസ് 1/4πε0 ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു 9/16. ഇതെന്താ? ദിസ് ഇസ് ദ ചാർജ് ഫോഴ്സ് ഇനീഷ്യലി അല്ലേ? ആദ്യം ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ചാർജ് എഫ് ആണ് എന്ത്? ഇത്. കാരണം എന്താ? ക്യൂ മൈനസ് ക്യൂ ആണ്, അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ആണ്. ഓക്കെ ആണല്ലോ? സോ വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എഫ് ഇൻറ്റു 9/16. സോ ഇറ്റ് ഈസ് 9/16 ടൈംസ് എഫ്. വാട്ട് ഈസ് ദി ആൻസർ? സി ഈസ് ദി ആൻസർ. മനസ്സിലായോടാ? ആരാടാ ആദ്യം പറഞ്ഞത്? 9/16 എഫ് എന്നാരാ ആദ്യം പറഞ്ഞത്? ഫാത്തിമ ഇൻഷ. യെസ് ഇൻഷ, ദാറ്റ്സ് എ റൈറ്റ് ആൻസർ കേട്ടോ. 9/16 ആണ്. അപ്പോൾ മനസ്സിലായോടാ? എത്ര എളുപ്പമാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഏതിൽ? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ. എഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇതും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ആദ്യം ചെയ്യുന്നത് നോക്കാം. എഗെയിൻ ഞാൻ വർഷമടക്കം എഴുതിയിട്ടുണ്ട്. നീറ്റ് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? സപ്പോസ് ദ ചാർജ് ഓഫ് എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ഡിഫർ സ്ലൈറ്റ്ലി. ഓക്കെ, നമ്മുടെ ഒരു പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അവരുടെ ഇടയിലുള്ള ചാർജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരാളുടെ മൈനസ് ഇ ആണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ആരുടെയാണ് മൈനസ് ഇ? ഇലക്ട്രോണിൻ്റെ മൈനസ് ഇ ആണ്. പ്രോട്ടോണിൻ്റെ ഇ പ്ലസ് ഡെൽറ്റ ഇ ആണ്. ഇഫ് ദ നെറ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ഹൈഡ്രോജൻ ആറ്റംസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഡി അപ്പാർട്ട് ഇസ് 0. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതായത് നമ്മൾ 2 ഹൈഡ്രോജൻ ആറ്റം അടുത്തടുത്ത് വെക്കുകയാണ്. ഓക്കെ ആണല്ലോ? 2 ഹൈഡ്രോജൻ ആറ്റം അടുത്തടുത്ത് വെക്കുകയാണ്. അങ്ങനെ അടുത്തടുത്ത് വെച്ച് എന്ത് പറ്റി? ഇവരുടെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് 2 ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അങ്ങനെ ഈ 2 ചാർജും കൂടെ കൂട്ടിയാൽ 0 ആണെങ്കിൽ ഈ ഡെൽറ്റ ഇ ഡെൽറ്റയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഹൈഡ്രജനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ വാല്യൂ അറിയാം. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഹൈഡ്രജൻ? നമുക്കറിയാം അതിനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ട്,
ഒരു പ്രോട്ടോൺ ഉണ്ട്. സോ വാട്ട് വിൽ ദി നെറ്റ് ചാർജ്? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ പ്ലസ് ചാർജ് ഓഫ് എ പ്രോട്ടോൺ. എത്രയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ്? -e. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചതാണ്. ഇനി പ്രോട്ടോണിൻ്റെ എത്രയാണ്? പ്രോട്ടോണിൻ്റെ E പ്ലസ് ഡെൽറ്റ ഇ. ശരിയാണല്ലോ. പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാടാ? E പ്ലസ് ഡെൽറ്റ ഇ. സോ ടോട്ടൽ ചാർജ് എത്രയാണ്? ഇയും പോയി ഡെൽറ്റ ഇ ആണ് ടോട്ടൽ ചാർജ്. മനസ്സിലായോടാ? ടോട്ടൽ ചാർജസ് ഡെൽറ്റ ഇ. മനസ്സിലായോ? സോ ടെൽ മീ വാട്ട് ഈസ് എ ഫോഴ്സ്? ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എത്രയാടാ? 1/4πε0. Q1 Q2 എന്ന് പറയാനൊന്നുമില്ല. Q1 ഡെൽറ്റ ഇ ആണ്, Q2 ഡെൽറ്റ ഇ ആണ്. നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു അല്ലേ? സോ Q1 Q2 ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ഇ ഡെൽറ്റ ഇ സ്ക്വയർ ബൈ ഡിസ്റ്റൻസ് d സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? d. ഫൈൻ. സോ അത് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കറിയേണ്ടത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സംശയമൊന്നുമില്ല, G(m1m2/d²). ശരിയാണല്ലോ. ഇനി പറഞ്ഞ കാര്യം എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 0 കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് ഇവിടെ അർത്ഥം. ഈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് ബോത്ത് ആർ ഈക്വൽ. ഓക്കെ ആണല്ലോ? Fe ഈസ് ഈക്വൽ ടു Fg. ശരിയാണല്ലോ? Fe ഈസ് ഈക്വൽ ടു Fg. Fe എത്രയാ? ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ ബൈ 4π0ε 1/4πε0 d². This is equal to G mass of hydrogen square divided by d². ഓക്കെ ആണല്ലോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? വാട്ട് ഈസ് ഡെൽറ്റ ഇ ദ ഹോൾ സ്ക്വയർ? ദിസ് വിൽ ബി 4π d² വെട്ടിപ്പോയി 4πε0 gmh². 4πε0 gmh². ഓക്കെ ആണല്ലോ? ഇനി വാട്ട് ഈസ് 4πε0? 1/4πε0 എല്ലാവർക്കും അറിയാം, 9 × 10⁹. ടെൽ മീ വാട്ട് ഈസ് 1/4π? അപ്പോൾ അതിന് നമുക്ക് 1/9 × 10⁹ എന്ന് എഴുതാം അല്ലേ? ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ആൻഡ് വാട്ട് ഈസ് G? 6.67 × 10⁻⁻11. ഓക്കെ ആണല്ലോ? അടുത്ത എന്താടാ? അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് MH ആണ്. അത് വാല്യൂ ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലേ? 1.67 × 10⁻27 ഹോൾ സ്ക്വയർ. മക്കളെ, ഇത് നിങ്ങളിരുന്ന് കണ്ടുപിടിക്കണം. ഈ സാർവർ നിന്ന് ചെയ്താൽ ഒരുപാട് സമയമെടുക്കും. ബട്ട് ദി ആൻസർ ഇസ് 10⁻37 കൂളം. ഓക്കെ ആണല്ലോ? നിങ്ങൾ ജസ്റ്റ് വരുന്ന വാല്യൂ ഒരു ഓർഡർ മാത്രം നോക്കിയാൽ മതി, ഏത് റേഞ്ചിലാണ് വരിക. ജസ്റ്റ് 6.67 1.6 ഹോൾ സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യുക, അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നൊരു വാല്യൂ പിന്നെ കിട്ടുന്ന എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? ഫൈൻ. ഗ്രാവിറ്റേഷൻ ചോദിക്കും. യെസ്, ശരിയാണ് സർ. മഴയുണ്ട് ഇവിടെ മഴ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്താ പറയുക, സ്റ്റുഡിയോയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ചെയ്ത്. ലാസ്റ്റ് നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു ഇവിടെ. ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡ് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അല്ലാണ്ട് ഞാൻ വന്ന് ഇവിടെ ക്ലാസ്സിലിരുന്ന് റെഡി ആയിട്ടിരുന്നപ്പോഴാണ് നെറ്റ് കണക്റ്റ് ആവാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇത് ഞാൻ തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യനാണ്. എന്ത് പറ്റി ലാപ്ടോപ്പിന്? ഓക്കെ, ശ്രദ്ധിച്ചേ. എന്താ അവിടെ പറ്റുന്നത്? രണ്ട് ഐഡൻറ്റിക്കൽ ചാർജ്, രണ്ട് സ്പിയേഴ്സ് ഉണ്ട്. ദേ ആർ ഐഡൻറ്റിക്കലി ചാർജ്, റൈറ്റ്? ഇവരെന്ത് പറ്റി? നമ്മളൊരു ലെങ്ത് എല്ലിൽ ഒരു 2 സ്ട്രിങ് വെച്ച് നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ്. തൂക്കിയിട്ട സമയത്ത് എന്ത് പറ്റി? ഇതിന്ന് എന്ത് പറ്റി? വാട്ട് ഈസ് ഹാപ്പനിങ്? ഇതിന്ന് ചാർജ് ലീക്കാവാൻ തുടങ്ങുകയാണ്. അതായത് 2 സ്ഫിയറിനും കോൺസ്റ്റൻറ്റ് റേറ്റിൽ ചാർജ് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാർജ് ലീക്കാവുമ്പോൾ എന്ത് പറ്റും? ചാർജ് ലീക്കാവുന്ന സമയത്ത് ഇവരുടെ ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ കൂടി ഇവർ മെല്ലെ മെല്ലെ അടുത്തേക്ക് വരും. കാരണം ചാർജ് ലീക്കാവുമ്പോൾ ഇവരുടെ റിപ്പൾഷൻ കുറയും, അത് മെല്ലെ അടുത്തേക്ക് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവരടുത്തേക്ക് വരുന്ന വെലോസിറ്റി v ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിനും എക്സിനും തമ്മിലുള്ള ആ ഒരു ഇത് 1 ആണോ സ്ക്വയർ ആണോ -1 ആണോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ആ പടം വരയ്ക്കുന്നില്ല, ഓൾറെഡി പടങ്ങൾ വരച്ച് കാണിച്ചതാണ്. പടത്തിൽ നമ്മൾ എത്തിയ 2 കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്. നമുക്കറിയാം T cos θ mg ആയിരുന്നു. ശരിയാണോ? ഇത് T cos θ, ഇത് mg. ഓൾറെഡി പറഞ്ഞാണ്. T sin θ ആരായിരുന്നു? kq²/x² ആയിരുന്നു അല്ലേ? അറിയാലോ, kq²/x² ആയിരുന്നു. അതും നമുക്കറിയാം. നമ്മൾ ഡിവൈഡ് ചെയ്തു. ടാൻ തീറ്റയും നമ്മൾ കണ്ടുപിടിച്ചു. മക്കളെ, ഇത് ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് ബാക്കിലേക്ക് അടിച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡെറിവേഷനും സാർ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടാൻ തീറ്റ എന്ന് പറഞ്ഞപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? kq²/x².
എക്സ് സ്ക്വയർ എം ജി. ശരിയാണല്ലോ. ടാൻ തീറ്റ എന്ന് പറയുന്നത് കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എം ജി. അത് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞു ടാൻ തീറ്റ സൈൻ തീറ്റയോട് ഈക്വൽ ആണ്, അത് എക്സ് ബൈ 12 ആണെന്നടക്കം ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ. കെ ക്യൂ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എം ജി. ഓക്കെ ആണല്ലോ. അതും കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ലാസ്റ്റ് എത്തിയ കാര്യം എന്തായിരുന്നു? നമ്മൾക്ക് ആദ്യം എത്തിയ കാര്യം എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 2k സ്ക്വയർ കെ എൽ ബൈ എം ജി. ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ലാസ്റ്റ് തവണ എത്തിയിട്ടാണ് നമ്മൾ ക്യൂബ് റൂട്ടൊക്കെ എടുത്ത് നിർത്തിയത് ഓർമ്മയുണ്ടോ? നമ്മളിനി അവിടുന്ന് തുടങ്ങും. ഇവിടെ നമുക്ക് കിട്ടിയ കാര്യം എന്താ? ഇവിടെ നമുക്ക് കിട്ടിയ കാര്യം ക്യൂ ഇസ് പ്രപ്പോർഷണൽ ടു എക്സ് റേസ് ടു 3/2. ശരിയാണോ? കാരണം ശ്രദ്ധിച്ചേ, ഇവിടെ ക്യൂ സ്ക്വയർ, ഇവിടെ ക്യൂ സ്ക്വയർ, ഇവിടെ എക്സ് ക്യൂബ്. ക്യൂ സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു എക്സ് ക്യൂബ് ആണ്. ദെർഫോർ ക്യൂ ഇസ് പ്രപ്പോർഷണൽ ടു എക്സ് ക്യൂബിൻ്റെ റൂട്ട്. അഥവാ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ക്യൂ സ്ക്വയർ ഇസ് പ്രപ്പോർഷണൽ ടു എക്സ് റേസ് ടു 3/2. ക്യൂ ഇസ് പ്രപ്പോർഷണൽ ടു എക്സ് റേസ് ടു 3/2. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താ അറിയോടാ? നമുക്ക് ചാർജ് ലീക്ക് ആവാണ്, ടൈം അനുസരിച്ച് ചാർജ് കുറയാണ്, ചാർജിൽ വ്യത്യാസം വരികയാണ്. അങ്ങനെ വ്യത്യാസത്തിന് നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഡിഫറൻഷ്യൽ. ഡി ക്യൂ ബൈ ഡി ടി. ഡി ക്യൂ ബൈ ഡി ടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സോ ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു പറഞ്ഞേടാ 3/2 ഇൻറ്റു എന്ത് പറ്റും? എക്സ് റേസ് ടു 3/2 മൈനസ് 1 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ശരിയാണല്ലോ. സോ വാട്ട് ഈസ് ദിസ്? സോ ഡി ക്യൂ ബൈ ഡി ടി ഈസ് പ്രപ്പോർഷണൽ ടു 3/2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 പറഞ്ഞാൽ 3/2 മൈനസ് 1, 3 മൈനസ് 2/2 1/2. സോ ദിസ് ഇസ് എക്സ് റേസ് ടു 1/2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, അഥവാ എന്ത് മനസ്സിലായി? ഡി ക്യൂ ബൈ ഡി ടി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് എക്സ്, ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എത്രയാ? വെലോസിറ്റി ആണ്. ശരിയാണല്ലോ. വാട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്? വെലോസിറ്റി ആടാ. സോ ഡി ക്യൂ ബൈ ഡി ടി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് എക്സ് ഇൻറ്റു വി. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? വി ഈസ് റൂട്ട് എക്സും വിയും. അപ്പോൾ ഇവർ ഒരേ സ്ഥലത്ത് വരുമ്പോൾ എന്ത് പറ്റും? വി വിൽ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എക്സ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്ത് പറ്റും? ഡി ക്യൂ ബൈ ഡി ടി ഇൻറ്റു 1/v ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് എക്സ് ആവും. അഥവാ വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് എക്സ് എന്നാവും. അഥവാ നിനക്ക് എന്ത് പറയാം? വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എക്സ് റേസ് ടു മൈനസ് 1/2. മനസ്സിലായല്ലോ? ജെഇ നോക്കുന്നവർ നീറ്റ് ലെവലുള്ള ഫിസിക്സ് നോക്കിയാൽ മതിയോ? ഡെഫിനറ്റ്ലി നോ. ജെഇ ഈസ് അനദർ ലെവൽ. ഇപ്പോൾ ജെയിലാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു മോഡൽ, ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ജെയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോടാ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങളൊന്ന് പറയോടാ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? തൊട്ട് മുന്നത്തെ ഡെറിവേഷൻ കാണാണ്ട് ഇവിടെ വന്ന് അടി ഉണ്ടാക്കരുത്, ഞാൻ സമ്മതിക്കൂല. തൊട്ട് മുന്നത്തേതും കണ്ട് ഇപ്പോഴത്തേതും കണ്ട് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം സർ മനസ്സിലായിട്ടില്ല. ദാറ്റ് മേക്ക് സെൻസ്. ആൻസർ V is proportional to x raised to minus 1. Dr. Sonu Thomas have said the right answer. മനസ്സിലായോടാ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ശ്രദ്ധിച്ചേ. ഇത് 1999, കുറച്ച് പഴകിയ ആളാണ്, എന്നേക്കാളും പ്രായമുണ്ട്. ഞാൻ 2000, ഇവൻ 1999. ആയിക്കോട്ടെ. സോ വെൻ എയർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഡൈലക്ട്രിക് മീഡിയം ഓഫ് കോൺസ്റ്റന്റ് കെ, ദ മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം അതായത് ഈ ഒരു ഫോഴ്സ് ഒരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ 1/4π എപ്സിലോൺ. അവിടെ എപ്സിലോൺ നമുക്കറിയാം, എപ്സിലോൺ 0 എന്ന് പറയുമ്പോൾ എപ്സിലോൺ ബൈ കെ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എപ്സിലോൺ 0 എപ്സിലോൺ 0 ഇൻറ്റു കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മീഡിയം വെച്ച് കഴിഞ്ഞാൽ ഇവൻ നേരെ ഡിനോമിനേറ്ററിലേക്ക് പോവുക. ഇത് 1/4π എപ്സിലോൺ 0 ഇൻറ്റു കെ, അതായത് ഇത് നേരെ ചോട്ടിലേക്കാണ് പോവുക. അഥവാ നമുക്ക് എന്ത് പറയാം? ന്യൂ ഫോഴ്സ് വിൽ ബി ഓൾഡർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ കെ. മനസ്സിലായോടാ? ന്യൂവർ ഫോഴ്സ് വിൽ ബി ഓൾഡർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ കെ. ഇതെപ്പോഴും ഡിനോമിനേറ്ററിലേക്കാണ് പോവുക. ദിസ് വിൽ ബി ഗോയിങ് ടു ഡിനോമിനേറ്റർ. സോ ഇറ്റ് വിൽ ബി ഡിക്രീസിങ് കെ ടൈംസ്. കാരണം താഴത്തേക്കാണെങ്കിൽ ബൈ ആണ് അല്ലേ? ഇത് 1 വന്നു കഴിഞ്ഞാൽ ബൈ 1 ആവും, 2 ആയാൽ ബൈ 2 ഡിക്രീസ് ആവും, 3 ആയാൽ ബൈ 3 ഡിക്രീസ് ആവും. അപ്പോൾ എത്രയാണോ ഉള്ളത് അത്ര ടൈംസ് എന്ത് പറ്റും? അത് ഡിക്രീസ് ആയി പോവും. മനസ്സിലായോ? ഡിഡ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് ദിസ് തിങ്? സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നമ്മൾ successfully we have completed the first part of this chapter, that is electric
ചാർജസ്. ഓക്കെ, ഇലക്ട്രിക് ചാർജ് എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞേടാ, ആർക്കെങ്കിലും ഇലക്ട്രിക് ചാർജ് മനസ്സിലാവാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഓർ ഈസ് ഇറ്റ് ക്ലിയർ? ദ ഫസ്റ്റ് പാർട്ട് ഇസ് ആബ്സല്യൂട്ട്ലി ക്ലിയർ. ഓക്കെ ആണോ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വി ആർ ഗുഡ് ടു ഗോ. നമ്മളിനി സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാൻ പോവാണ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? സോ വി ആർ ജസ്റ്റ് ഗോയിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെ പണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് വിത്തൗട്ട് കോണ്ടാക്ട്. എന്താണ് പറയുന്നത്? ഫോഴ്സ് വിത്തൗട്ട് കോണ്ടാക്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ആരും പോയി തള്ളുന്നില്ല. ഇപ്പോൾ ഈ ഒരു പെന്ന് ഞാൻ നീക്കാൻ വേണ്ടി ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ ആ ഒരു ആണിനെ തൊടുന്നില്ല, എങ്കിൽ പോലും ആണി അടുത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ ഒരു ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, അങ്ങനെ നോൺ കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ്, ആ ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇലക്ട്രിക് ഫോഴ്സ് നിനക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചാർജിൻ്റെ ഏതൊക്കെ സ്ഥലത്ത് നീ നിൽക്കണം, അല്ലെങ്കിൽ ദ പോയിന്റ് അറൗണ്ട് എ ചാർജ് അറ്റ് വിച്ച് യു ക്യാൻ എക്സ്പീരിയൻസ് ആൻ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫോഴ്സ് നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളെ എല്ലാത്തിനെയും നിനക്ക് ഒരുമിച്ച് വിളിക്കാൻ പറ്റിയ പേരാണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 10:40 ഇപ്പോഴത്തെ സമയം. സാധാരണ നമ്മുടെ ഒരു ഇത് നീങ്ങാറ് അറൗണ്ട് ഒരു 1.5 hours, അത് 1.5 മണിക്കൂർ, 11 മണിക്കാണ്. ഈ ഒരു പേസിൽ ഞാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ തീരാൻ 11:20 തുറന്ന് പറയാം. ഈസ് ഇറ്റ് ഓക്കെ? ഒരു 20-25 മിനിറ്റ് നിങ്ങൾക്ക് എനിക്ക് അധികം തരാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് പക്കയാക്കി തരാം. നിങ്ങളിപ്പോൾ പറയണം. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിനി 11 മണിക്ക് ചാപ്റ്റർ എൻഡ് ചെയ്താലേ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടും, മേ ബി 1-2 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായി ഞാൻ ചെയ്യാൻ വെച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടേ സാർ ഇവിടുന്ന് പോവുള്ളൂ. നിങ്ങളൊന്ന് പറയും, എനിക്കൊരു തിരക്കില്ല, എനിക്ക് നിങ്ങളുടെ തിരക്ക് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ വാട്ട് എവർ, നിങ്ങൾ അതിന് റിപ്ലൈ തരാം. ഓക്കെ ആണല്ലോ? ഫൈൻ. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് വീണ്ടും എടുത്ത് കാണാം. ഓക്കെ ആണല്ലോ? ബാക്കിയുള്ളവർക്ക് എടുത്ത് കാണാം, അതൊന്നും കുഴപ്പമില്ല. ഹോസ്റ്റൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഓക്കെ ബാക്കിയുള്ളവരൊക്കെ തരാം. ഓക്കെ, യെസ്, നോ പ്രോബ്ലം. സോ നമ്മളിന്ന് ഈ ചാപ്റ്റർ ഞാൻ ടൈം നോക്കുന്നില്ല, എന്തായാലും ബിഫോർ 11:30 മുന്നേ തീർത്ത് കയ്യിൽ തരും. കുറച്ചങ്ങ് നീങ്ങും, ബട്ട് സ്റ്റിൽ കൂടെ നിൽക്കാം. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ശ്രദ്ധിച്ചേ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നീ ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, നമുക്കൊരു ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അവിടെ നീ ഒരു യൂണിറ്റ് ചാർജ്, അതായത് ഒരു 1 കൂളംബിൾ ഒരു ചാർജിനെ നീ ആ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ 1 കൂളംബിളുള്ള ചാർജ് എത്ര ഫോഴ്സാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എന്താടാ? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ 1 കൂളംബ് ചാർജ് നീ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ 1 കൂളംബ് ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ F is equal to 1/4πε0. Q എന്ന് പറഞ്ഞ ചാർജ് അവിടെ ഉണ്ട്, വെക്കാൻ പോകുന്ന 1 കൂളംബാണ്, ബൈ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r² ആണ്. സോ ഇൻറ്റൻസിറ്റി അഥവാ ഐയോ എങ്ങനെ വേണമെങ്കിലും വിളിക്കുക, ദാറ്റ് ഈസ് KQ/r². മനസ്സിലായോ? വാട്ട് ഈസ് ഇൻറ്റൻസിറ്റി? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് K/Q/r². I is equal to K/Q/r². മനസ്സിലായല്ലോ? I is equal to K/Q/r². മനസ്സിലായല്ലോടാ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ, K/Q/r0. അത് നമ്മൾ n ക്യാപ്പ് കൊടുക്കുന്ന വെക്റ്റർ ഫോമിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ആർ ദ ഫീൽഡ് ലൈൻസ്. ഇതെല്ലാവരും പറയുന്ന കാര്യമാണ്, സാർ ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ പുറത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇറ്റ് വിൽ ബി കമ്മിങ് ഔട്ട്സൈഡ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇറ്റ് വിൽ ബി കമ്മിങ് ഔട്ട്സൈഡ്. അടുത്ത കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ നെഗറ്റീവ് ചാർജ്. ഇഫ് ഇറ്റ് ഇസ് എ നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്കാണ് വരിക. അങ്ങനെയാണ് യു ആർ ഗെറ്റിംഗ് ദ ബ്യൂട്ടിഫുൾ ഡയഗ്രാം. സാറ് ഡയഗ്രാം വെച്ചാൽ മോശമായിരിക്കും, നിങ്ങൾക്ക് വൃത്തിക്ക് വരയ്ക്കാം. ഇങ്ങനെ ഓർമ്മയുണ്ടോടാ? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, പോസിറ്റീവ് നിന്ന് പുറത്തേക്ക് പോവും, നെഗറ്റീവ് അത് എടുക്കും. ഓക്കെ ആണല്ലോ? പോസിറ്റീവ് നിന്ന് പുറത്തേക്കാണ് ചാർജ് വരുന്നത്, മറ്റേന്ന് ഉള്ളിലേക്കാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ പോസിറ്റീവ് പുറത്തേക്കാണ്, നെഗറ്റീവ് ഇസ് ഇൻ ടു ഇറ്റ്. ഓക്കെ,
മനസ്സിലായോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഫീൽഡ് ലൈൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ അഥവാ ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ? ഒരു യൂണിറ്റ് ചാർജ്, ഒരു കുളമ്പ് ചാർജ് ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്യൂ ചാർജ് അവിടെ വെക്കുകയാണ്. ഒരു കുളമ്പിന് ഇ ആണെങ്കിൽ ക്യൂ കുളമ്പിന് എത്രയാണ്? ക്യൂ ഇ ആണ്. അങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ട ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുല വന്നത്, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ശരിയാണല്ലോ, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പറയുന്ന എല്ലാ കാര്യവും എവറിത്തിങ് ഇസ് പ്യുവർലി ഔട്ട് ഓഫ് കൺസെപ്റ്റ്. സാർ ഒന്നും പുതുതായി ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് എന്താണ് ആദ്യം തൊട്ട് കേട്ട് വരുന്നവർക്ക് ഇതൊരു കഥ പോലെ ഇത് കൊണ്ടുപോകാം. അത്ര എളുപ്പത്തിലാണ് ഞാൻ ഏറ്റവും, അതായത് ഞാൻ കേട്ടതും ഞാൻ പഠിച്ചതൊക്കെ വെച്ച് ഏറ്റവും എളുപ്പമാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. മേ ബി 1-2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലാകൂടാ. ഓക്കെ ആണോ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ, ഗ്രേറ്റ്. അതാ കിടക്കുന്നു. ഇനി ഈ ഒരു ഡയഗ്രാം ഇത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. ഇത് ഇനി നിങ്ങൾക്ക് ചോദിക്കാം, ഒരു പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ട്രേസ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം ട്രേസ് ചെയ്യാൻ കേട്ടോ. യു ഹാവ് ടു ട്രേസ് എക്സാക്ട്ലി ലൈക്ക് ദിസ്. 2 പ്ലേറ്റ് പെർപെൻഡിക്കുലറിൽ വയ്ക്കുക, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഫീൽഡ് ലൈൻ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. വേണ്ടവർക്കൊക്കെ സ്ക്രീൻഷോട്ട്, ആവശ്യമുള്ളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആരും ചോദിക്കാൻ വരില്ല. ഇത് വേറെ ആപ്പൊന്നുമല്ല, സ്ക്രീൻഷോട്ട് ചെയ്താൽ ബ്ലോക്ക് ചെയ്യാനൊന്നും, യൂട്യൂബാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസസ് ആണ്. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ്. ഇത് മേ ബി നിങ്ങൾക്ക് ഒരു കേസൊക്കെ ആയിട്ട് ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്കുള്ള സാധനമാണ്. എല്ലാവർക്കും ജെയ്മെയിൻ പീപ്പിൾ എവ്രി വൺ ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ്? ഒരു ചാർജ് റിംഗ്, ഒരു റിംഗ് ഉണ്ട്, അത് മൊത്തം നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിൽ എന്താണ്? ഇപ്പം നിങ്ങൾ ഈ സെൻറ്റർ എടുക്കുക, അവിടെ ശ്രദ്ധിച്ചേ, അവിടെ ഈ ഒരു സ്ഥലം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, ഒരു നെഗറ്റീവ് ചാർജാണ് വെച്ചതെന്ന് വിചാരിക്കുക. അതേപോലെ ഇപ്പുറത്തൊരു ചാർജ് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. സോ ആ ഒരു പോയിന്റ് നീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് എപ്പോഴും 2 ഡയഗണൽ സൈഡ് ഉണ്ട്. ആ 2 ഡയഗണൽ സൈഡ് എപ്പോഴും അത് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിറ്റായിട്ട് വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി? 2 എണ്ണം ഓപ്പോസിറ്റ് വരുന്നുണ്ട്. നെറ്റ് ചാർജ് അറ്റ് സെൻറ്റർ E0 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ, E0 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അടുത്തത് ആക്സിയൽ പോയിന്റ്. കണ്ടോ എന്താണ്? അതേ ചാർജ് അതേ തിങ്, പക്ഷേ ഇത് ഇനിയിപ്പോൾ ഒരു ആക്സിയൽ പോയിന്റ്. ഇതാണ് അതിൻ്റെ ആക്സിയൽ ലൈൻ. ആ ആക്സിയൽ പോയിന്റിലാണ്. ഓക്കെ ആണല്ലോ, ആക്സിയൽ പോയിന്റിലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അതിന് ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. അതിൻ്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ സാർമാർ ചെയ്തതുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 5-6 ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇസ് ബേസിക്കലി ഇപ്പം ഞാൻ വൃത്തിക്ക് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ടേക്ക് മോർ ദാൻ ലൈക്ക് 15 or 16 hours. അത്രയും പറയാനുള്ള ചാപ്റ്ററാണ്. ബട്ട് ഞാൻ മാക്സിമം കൺസൈസ് ആക്കി തരികയാണ്. സോ ഇ പി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ എക്സ്. ഇതാണ് എക്സ് കേട്ടോ, ഇതാണ് എക്സ്. ക്യൂ എക്സ് ഡിവൈഡഡ് ബൈ r² പ്ലസ് x² ഹോൾ റേസ് ടു 3/2. ഇ പി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ എക്സ് ഹോൾ ഡിവൈഡ്സ് r² പ്ലസ് x² ഹോൾ റേസ് ടു 3/2. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് സെഗ്മെൻറ്റ്. ഇത് ഏതെങ്കിലും ജെയ് പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ജെയ് മെയിൻസിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. സെഗ്മെൻറ്റ് ഓഫ് റിംഗ്, അതായത് ഒരു റിംഗ് മൊത്തം ചോദിക്കാണ്ട് അതിലൊരു സെഗ്മെൻറ്റ് മാത്രം, ആ സെഗ്മെൻറ്റ് ആംഗിൾ തന്നിട്ടുണ്ട് ആൽഫ ആണ്. അങ്ങനെയാണെങ്കിൽ E0 അറ്റ് സെൻറ്ററുള്ളതാണ് ചോദിച്ചിട്ടില്ല കേട്ടോ. E0 is equal to 2k lambda by r sin alpha by 2. 2k lambda by r sin alpha by 2. നിങ്ങൾക്ക് എക്സ്ട്രാ വേണ്ട 1-2 ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, പക്ഷേ ഇത് പ്രോപ്പർ ഡെറിവേഷൻസ് ആയിട്ട് തന്നേ ഉള്ളൂ കേട്ടോ സാറ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അതിൻ്റെ ഒപ്പം തന്നെ സാർ വേണമെങ്കിൽ ഒരു സാധനം കൂടെ നിങ്ങൾക്ക് തരാം. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ പഠിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. ഒരു യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്ത ഒരു സെമി സർക്കുലർ, നമ്മൾ ഇത്രയും നേരം എടുത്തത് സർക്കുലർ ആയിരുന്നു അല്ലേ. ഇനി നമ്മളൊരു സെമി സർക്കുലർ റിംഗ് എടുക്കുകയാണ്, അതിന് ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ സെൻറ്ററോ മറ്റേത് 0 ആയിരുന്നു. സെമി സർക്കിൾ ആണെങ്കിൽ സെൻറ്ററിൽ Q/2π²ε0 r² ആണ്. E0 is equal to Q/2π²ε0 r² ആണ്. മക്കളെ ഇത് പേടിക്കേണ്ട,
അഥവാ വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജയ് പിള്ളേരുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ജീവിച്ചു പോക്കോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കേട്ടോ. അത് എല്ലാവർക്കും ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് സാർ എടുത്തത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മാറി. ഇതിലെന്താ പറ്റിയത് വെച്ചാൽ ശ്രദ്ധിച്ചേ, ഇത് മൊത്തം പോസിറ്റീവാണ്. ഓക്കെ, സാർ ഒന്ന് ഇക്വേഷൻ എക്സാം ഒന്ന് ടഫാക്കാണ്. പകുതി പോസിറ്റീവ് പകുതി നെഗറ്റീവ്. ഓക്കെ, പകുതി പോസിറ്റീവ് ആക്കാണ് പകുതി നെഗറ്റീവ് ആക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്പോൾ അതിനൊരു സെൻറ്റർ ഉണ്ട് ഇവിടെ. ആ E0 ദാറ്റ് E0 ഈസ് ഈക്വൽ ടു Q/π² ε0 r². E0 ഈസ് ഈക്വൽ ടു Q/π² ε0 r². എനിക്കറിയാം, ഞാനത് കുറച്ച് കാണപ്പെടാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഡെറിവേഷൻ ടൈമിലായിട്ടാണ് നമ്മൾ ഇതൊക്കെ ഓരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്കന്ന് തന്നു എന്നേ ഉള്ളൂ, പിള്ളേർ അങ്ങനെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇനി ആരും ഇലക്ട്രിക് ഫീൽഡ് തെറ്റിക്കില്ലല്ലോടാ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ വേഗം പറഞ്ഞോ, വെറുതെ അടി ഉണ്ടാക്കണ്ട, വേഗം പറഞ്ഞോളൂ. ഫൈൻ. എന്താണ് ക്വസ്റ്റ്യൻ? An electron falls from rest through a vertical distance h in uniform and vertically upwards directed electric field. ഓക്കെ, എന്താണ്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണ് താഴേക്ക് വീഴാണ്. ഓക്കെ ആണല്ലോ, ഈ താഴേക്ക് വീഴാണ്. ഇത് h പറഞ്ഞ ഹൈറ്റിലാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. മുബി ഞാൻ പോയി. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. യു ക്യാൻ വാച്ച് സം അതർ ടൈം. അത്രയും ഉറക്കം വരുന്നവർ നിങ്ങളുടെ ഷെഡ്യൂളും തെറ്റിച്ച് നിങ്ങൾ കാണണമെന്ന് സാർ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അത്രയും കാണാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോടാ, ഇറ്റ്സ് ലൈക്ക് എ ലൈഫ് സേവിങ് സെഷൻ ആക്ച്വലി. ഈ കോംബി ക്ലാസ്സസ് ഒക്കെ ഞങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ, കാരണം എല്ലാ ദിവസവും ജസ്റ്റ് 1.5 മണിക്കൂർ കൊണ്ട് ബയോളജി ആണെങ്കിൽ ഞാൻ ബയോളജി ലാസ്റ്റ് ഡൈജഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത സമയത്ത് ജസ്റ്റ് 1.5 മണിക്കൂർ കൊണ്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് എടുത്ത് കൈ തന്നു അല്ലേ. എല്ലാ ഫാക്കൾട്ടീസും ഒന്നിലൊന്ന് ബെസ്റ്റ് ഫാക്കൾട്ടീസാണ് നിങ്ങൾക്ക് എടുക്കുന്നത് ഫുള്ള്. ഡോപ്പയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങളാണ് മാക്സിമം കണ്ട് അതൊന്നും എടുക്കേണ്ടത്. എല്ലാം ഫ്രീ സെഷൻസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ ഈ കോംബി സെഷൻസ് ഒക്കെ ആക്ച്വലി എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 90 മിക്കവാറും നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. മിക്കവാറും 99 ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു 200 ഹവേഴ്സിൽ മിക്കവാറും 1.5 മണിക്കൂർ 200 ഹവേഴ്സിൽ എൻറ്റയർ 11th 12th 4 എക്സാമിന് നിങ്ങൾക്ക് തരികയാണ്. സോ ദാറ്റ് ഈസ് ലൈക്ക് വൺ ഗുഡ് തിങ്. നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം കാണുക. യു വിൽ ബി ഡെഫിനറ്റ്ലി ഗെറ്റിംഗ് ദി ഔട്ട്കം ഫോർ ദാറ്റ്. ഓക്കെ, സോ എന്താ പറയുക, ഒരു ഇലക്ട്രോൺ താഴത്തേക്ക് വീഴാണ്, h ഹൈറ്റിലാണ് വീഴുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് മുകളിലേക്ക് നമ്മുടെ ആശാൻ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറ്റിയ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്തു. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇപ്പം താഴേക്കാണ്, എന്നിട്ട് നമ്മളൊരു പ്രോട്ടോണെ പിടിച്ച് നിലത്തേക്ക് ഇടുകയാണ്. ഓക്കെ, ഇവരും h ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ ടൈം ഫോർ ഫോൾ. അതായത് ഇപ്പോൾ ഇലക്ട്രോണും താഴെ എത്തും, അതുപോലെ തന്നെ പ്രോട്ടോണും എത്തും. അങ്ങനെ രണ്ടുപേരും എത്തുന്ന സമയത്തിന് എന്ത് പറ്റും? അതായത് ഇലക്ട്രോൺ ആണോ ആദ്യം എത്തുക, ഇലക്ട്രോൺ കുറച്ച് സമയം മതിയോ, പ്രോട്ടോണിന് കൂടുതൽ ടൈം ആണോ, എന്താണ് വേണ്ടത് മനസ്സിലാക്കുക. ഇത് താഴത്തേക്ക് വീഴുമ്പോൾ ഇവരിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, F is equal to QE ആണ്. സമ്മതിച്ചോ? ആ F എന്ന് പറയുന്നത് MA ആണ്. F is always mass into acceleration. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് Q into E. MA is equal to QE. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ആക്സലറേഷൻ? ആക്സലറേഷൻ ഇസ് QE by M. ആക്സലറേഷൻ എത്രയാ? QE by M. ഓക്കെ, ആക്സലറേഷൻ ഇസ് QE by M. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി നിങ്ങൾക്കറിയാം ഇത് രണ്ടും മുകളിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ S is equal to ut plus half at square എന്ന് ഇപ്പോൾ ഇന്നെവിറ്റബിൾ 30ൽ നിങ്ങൾ വൃത്തിക്ക് ആക്കൂഫ് സാർ പഠിപ്പിച്ചു തന്നാണ്. ശരിയാണല്ലോ. S is equal to ut plus half at square. അങ്ങനെയാണെങ്കിൽ ഇവിടെ u 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റി? S എന്ന് പറയുന്നത് വീഴുന്ന ഹൈറ്റാണ്, ദാറ്റ് ഈസ് h. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താ? QE by M ഇൻറ്റു ടി സ്ക്വയർ. കിട്ടിയോടാ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് h ഇസ് ഈക്വൽ ടു ഹാഫ് QE by M ടി സ്ക്വയർ. h ഇസ് ഈക്വൽ ടു ഹാഫ് QE by M ടി സ്ക്വയർ. മനസ്സിലായോടാ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് t ഇസ് ഈക്വൽ ടു 2HM by
QEൻ്റെ റൂട്ട്. ശരിയാണല്ലോ. ടി സ്ക്വയർ എന്ന് പറയുന്നത് 2m/QH ആയിരിക്കും. അതിൻ്റെ റൂട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ടി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ്. എന്താ പറ്റിയേ? ടി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ്. ഓക്കെ ആണല്ലോ. കാരണം ഇവിടെ എച്ച് സെയിം ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്, ചാർജും സെയിം ആണ്. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ഫോർ ഇലക്ട്രോൺ ആസ് വെൽ ആസ് പ്രോട്ടോൺ. സോ ടി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എം. ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞു ഇതിൽ മാസ് കുറവാർക്കാം. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ലെസ് ദാൻ മാസ് ഓഫ് പ്രോട്ടോൺ. അപ്പോൾ ആരാണ് ആദ്യം എത്തുക? ഇലക്ട്രോൺ ആയിരിക്കും ആദ്യം എത്തുക. അപ്പോൾ ഇലക്ട്രോൺ എടുക്കുന്ന സമയം കുറവായിരിക്കും. സോ വാട്ട് ഈസ് ദി ആൻസർ? ഇറ്റ് ഈസ് സ്മോളർ. മനസ്സിലായോടാ? മനസ്സിലായോ? ഫൈൻ. ഓക്കെ, കോംബി പവറാണ്. യെസ്, ഐ നോ കോംബി ഈസ് ഓൾവേസ് എ ഗ്രേറ്റ് സെഷൻ. ഞങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ലൈക്ക് സച്ച് ആൻ ഓസം ഐഡിയ ഹു ഹാവ് പുട്ട് ദിസ് ഫോർവേഡ്. കോംബി ഇസ് റിയലി എ ലൈഫ് സേവർ അല്ലേ എല്ലാവർക്കും. സാറന്മാർക്ക് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് 1.5 മണിക്കൂറിൽ ആ ചാപ്റ്റർ തീർത്ത് കയ്യിൽ തരിക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അപ്പോൾ അത്രയും നന്നായിട്ട് പ്ലാൻ ചെയ്യണം, സ്ലൈഡ്സ് നോക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഫൈൻ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? നമ്മൾ മെല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വിടുകയാണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവൽ കൂടുന്നുണ്ടെന്ന് അറിയാം. ലെവലല്ല, പ്രീവിയസ് ഇയർ തന്നെയാണ്. ഓക്കെ, ആരും പോയിട്ടില്ലല്ലോ? നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കാം കേട്ടോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ ടോയ് കാർ വിത്ത് ചാർജ് Q മൂവ്സ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഡ്യൂ ടു ഫോഴ്സ് QE ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് ഫ്രം 0 to 6 m/s in 1 second. നിങ്ങളിത് എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇതിപ്പോൾ നേരെ വന്ന് ഇവിടെ എത്തി. ഇത് t = 0 ആണ്, ഇത് t = 1 ആണ്. ഇവിടെ അതിൻ്റെ വെലോസിറ്റി 0 ആണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് 0 ആണ്. ഇവിടെ എത്തുമ്പോഴേക്കും ഇത് v6 ആയി. ശരിയാണല്ലോ, ഇത് v6 ആയി. ഇനി എന്താ പറ്റുന്നത്? ഇങ്ങോട്ട് ഒരു ആക്സിലറേഷൻ. കാരണം വെലോസിറ്റി കൂടാ പറഞ്ഞാൽ ദർ ഇസ് എൻ ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? ഇപ്പം തന്നെ കണ്ടുപിടിച്ചേ. ആക്സിലറേഷൻ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. സോ ദിസ് ഇസ് 6 m/s². അപ്പോൾ ആക്സിലറേഷൻ എത്രയാ? 6 m/s². ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി എന്താ പറ്റുന്നത് നോക്കിയേ. ഇനി എന്താ പറ്റുന്നത് നോക്കിയേ. അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ്. ഇപ്പോൾ ഈ നേരെ റിവേഴ്സ് ചെയ്തു അല്ലേ. റിവേഴ്സ് ചെയ്യുന്നു പറഞ്ഞാൽ സ്ട്രെയിറ്റ് തന്നെ പോവുക. കാരണം ഇപ്പോൾ ഇതിന് 6 m/s വെലോസിറ്റി ഉണ്ട്. റിവേഴ്സ് ചെയ്തു. ഇപ്പോൾ ഇങ്ങോട്ടാണ് ആക്സലറേഷൻ. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ആക്സലറേഷൻ. എന്നിട്ട് എന്ത് പറ്റി? ഇത് 2 സെക്കൻഡ് കൂടെ പോവാണ്. അതായത് ഇപ്പോൾ t = 1 ആണെങ്കിൽ t = 2 വരെ ഇങ്ങനെ പോവാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെ പോയി എന്ത് പറ്റി? അങ്ങനെ പോയി ഓക്കെ ഇങ്ങനെ പോയി. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്കൻഡ് കൂടെ അധികം പോയി. എന്നിട്ട് ഇത് ഓക്കെ ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് ഫീൽഡ് ദി ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് എന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 സെക്കൻഡ് കൂടെ പോയി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്തത്? ഇത് 1-ൽ നിന്ന് 2 കഴിഞ്ഞ് 3 ആയപ്പോഴേക്കും ഇവൻ സ്റ്റേഷനറി അഥവാ നിന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒന്ന് പ്രോസസ്സ് ചെയ്യുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ t = 1-ൽ v = 6 ആയി. t = 3, അതായത് 2 സെക്കൻഡ് കൂടെ നീങ്ങിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെക്കൻഡിൽ എന്ത് ചെയ്തു? ഇപ്പോൾ അക്വയർ ചെയ്ത വെലോസിറ്റി മൊത്തം കുറഞ്ഞു. ഓക്കെ, t = 2 ആയി. ഇനി അടുത്ത വെലോസിറ്റിയിൽ എന്ത് വരയ്ക്കും? v = 0 ആയി. അതായത് ഇവിടെ എത്തുമ്പോഴേക്കും v = 0 ആയി. പിന്നെ ഇത് ആക്സലറേറ്റ് ചെയ്യും. പറഞ്ഞ് മനസ്സിലാക്കി തരാം. t = 0-ൽ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്തു. ശരിയാണോ? അപ്പോൾ അതെന്ത് ചെയ്തു? 0-ൽ നിന്ന് 6-ലേക്കായി. ഇനി 1 സെക്കൻഡും കൂടെ സെയിം ആക്സലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്താൽ എന്ത് പറ്റും? ഈ v = 6 വീണ്ടും v = 0 ആവും. ശരിയാണോ? കാരണം 1 സെക്കൻഡാണ് ആക്ട് ചെയ്തത്. പിന്നെ 1 സെക്കൻഡും കൂടെ ആക്ട് ചെയ്ത് എന്ത് പറ്റും? ഈ v = 6 വീണ്ടും v = -6 ആവും. അതായത് നേരത്തെ വന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും. കാരണം ഇപ്പോൾ ആക്സലറേഷൻ റിവേഴ്സ്ഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. മനസ്സിലായല്ലോ? സോ ഇതാണ് കാര്യം. സോ എടുക്കാം. ആദ്യം t = 0 to t = 0 to t = 1. അതായത് 0 നിന്ന് 1 ടൈം 0 നിന്ന് 1 ആയി. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. s = ut + ½ at². u 0 ആണ്. സോ ദിസ് ഇസ് ½ ഇൻറ്റു ആക്സലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു 6 ഇൻറ്റു t² is 1². സോ ½ ഇൻറ്റു 6 ദിസ് ഇസ് 3
meter. So S1 is equal to 3 meter. ഇനി t equal to 1 to t equal to 2. ഓക്കെ ആണല്ലോ. ഇപ്പോൾ t equal to 1 നിന്ന് 2ലേക്ക് പോവാണ്. അപ്പോൾ എന്ത് പറ്റി? S2 is equal to ഇനീഷ്യൽ വെലോസിറ്റി 6 ആണ് പ്ലസ് ടൈം വീണ്ടും 1 സെക്കൻഡ് ആണ് അല്ലേ ut. ഇവിടെ എ എന്ന് പറയുന്നത് മൈനസ് ആണ്. കാരണം എന്താ? നേരത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ശരിയാണല്ലോ? അതെ. സോ ദാറ്റ് വിൽ ബി മൈനസ് ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 1 സ്ക്വയർ. അപ്പോൾ എന്താ? ദിസ് ഇസ് 6 മൈനസ് 3. സോ ദിസ് ഇസ് 3 മീറ്റർ. ഇത് വീണ്ടും 3 മീറ്റർ. ദാറ്റ് ഈസ് ഒബ്വിയസ് അല്ലേ? അടുത്തത് എന്താ പറ്റുന്നത്? 2ൽ നിന്ന് 3ലേക്ക്. ഇപ്പം ഈ സാധനം 2ൽ നിന്ന് 3ലേക്ക്. അവിടെ എന്ത് പറ്റി? S3 ഈക്വൽ ടു ഇപ്പോൾ വണ്ടി ടോയ് കാർ 0 നിന്ന് 6 എത്തി, 6 നിന്ന് 0 എത്തി. ഇപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വീണ്ടും 0 മനസ്സിലായടാ? വീണ്ടും ഇത് 0 വീണ്ടും ഇത് 0 ഓക്കെ. അപ്പോൾ എന്ത് പറ്റി? സോ ദിസ് ഇസ് 0 പ്ലസ് ഹാഫ് ഇൻറ്റു 6 മൈനസ് 6 ഇൻറ്റു 1 സ്ക്വയർ. So this is minus 3 meter. മനസ്സിലായടാ? minus 3 meter. So what is the total displacement? S1 plus S2 plus S3. That is 3 plus 3 minus 3 അല്ലേ? That will be 3 meter. Okay ആണല്ലോ? That is 3 meter. അപ്പോൾ ആവറേജ് വെലോസിറ്റി എത്രയാടാ? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ 3. 1. What is the speed? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് കവേർഡ്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ആദ്യം 3 പിന്നെ 3 പിന്നെ 3. 3 plus 3 plus 3 6 plus 3 9. ടോട്ടൽ സ്പീഡ് ടൈം 3. സോ 9/3 3 seconds. സോ ദിസ് ഇസ് 1 3 മനസ്സിലായോടാ? മനസ്സിലായോ? 1 3 മനസ്സിലായല്ലോ? ഓക്കെ ഗ്രേറ്റ്. അപ്പോൾ അത് കഴിയാണ്. ഓക്കെ വേഗം പറഞ്ഞേ. ഇതിനൊക്കെ ടൈം തരേണ്ട ആവശ്യം പോലുമില്ല. Q1 Q2. സി Q1 നിന്ന് പുറത്തേക്കാണ് അല്ല, Q1 നിന്ന് ഉള്ളിലേക്കാണ്, Q2 നിന്ന് ഉള്ളിലേക്കാണ്. ഉള്ളിലേക്ക് വരുന്നത് നെഗറ്റീവാണ്. രണ്ടും ഉള്ളിലേക്കാണ്. ബോത്ത് ആർ നെഗറ്റീവ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ബോത്ത് ആർ നെഗറ്റീവ്. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സോ മക്കളെ ഇറ്റ് ഈസ് 11 അല്ലേ? ജസ്റ്റ് ഗീവ് മീ 20 more minutes. ചാപ്റ്റർ ഇസ് ഡൺ. കാരണം നമ്മൾ അവസാനത്തെ ടോപ്പിക്കിലേക്ക് വന്നു. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫ്ലെക്സ്. പറഞ്ഞേടാ, ഇലക്ട്രിക് ചാർജസ് കഴിഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞു. ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈസ് ദിസ് എവറിത്തിങ് ക്ലിയർ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്തോ AC എന്നൊക്കെ പറയുന്നല്ലോ. ഏതാടാ AC? രണ്ടുള്ളിലേക്ക് തന്നെയാണുള്ളത്. ഏതാ ബോത്ത് എന്നൊക്കെ പറയുന്നത്? സി. ഓക്കെ ഓക്കെ. ഇലക്ട്രിക് ഫ്ലെക്സ് ഇന്ന് എവിടം വരെ പഠിപ്പിക്കും? ഇന്ന് നമ്മൾ ഇലക്ട്രിക് ഫ്ലെക്സും കൂടെ പഠിച്ചു നിർത്തും. നാളെ നമ്മൾ ഡൈപോൾ, പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ്. ഞാൻ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാറുള്ളത് കേട്ടോ. സോ ഇത്രയും പഠിപ്പിച്ചാൽ മനസ്സിലായി. നിങ്ങളുടെ റെസ്പോൺസ് വേണടാ. കുട്ടികൾ കുറച്ച് കുറഞ്ഞു, എനിക്കറിയാം. രാത്രി ഇറ്റ്സ് 11 1.5 മണിക്കൂറായി കേൾക്കുന്നു. കുറേ പേർക്ക് മടുത്തിട്ടുണ്ടാവും. ബാക്കിയുള്ളവർ കൂടെ നിന്നോ ശരി സെറ്റാക്കാം. ബാക്കിയുള്ളവർക്കും ക്ലിയർ ആണോ? ഇത്രയും എടുത്തത് ക്ലിയർ ആണോ? ഇലക്ട്രിക് ഫ്ലെക്സും കൂടെ നിങ്ങൾ താങ്ങൂലേ? ഇനി ഇത് രണ്ടാമത്തെ സെഷനിലേക്ക് മാറ്റി വയ്ക്കാൻ മാത്രമില്ല. ഓക്കെ, അതുകൊണ്ടാണ് സാർ എടുക്കുന്നത്. ഇതുകൊണ്ട് എടുത്തോട്ടെ, കുഴപ്പമുണ്ട്. ഇലക്ട്രിക് ഫ്ലെക്സ് കൂടെ ഈ സെഷനിൽ എടുത്തോട്ടെ. അത് അടുത്ത സെഷനിലേക്ക് മാറ്റി വെക്കണോ? വേണ്ടല്ലോ. ഇതിലെങ്ങനെ തീർത്താലോ നമുക്ക് ഇലക്ട്രിക് ഫ്ലെക്സും കൂടെ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഇലക്ട്രിക് ഫ്ലെക്സ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ശരിയാണല്ലോ? നമുക്കിനി ഇലക്ട്രിക് ഫ്ലെക്സ് അങ്ങ് പഠിക്കാം. എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ. ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അതായത് എന്താ പറയുന്നത് നമുക്കറിയാം ഒരു ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പുറത്തേക്ക് വരുന്നുണ്ട്. ശരിയാണോ? ഒരു ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തുനിന്ന് വരുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നീ ഒരു പേപ്പർ വെച്ചു, എന്നിട്ട് അതിൽ 1 സെൻറ്റിമീറ്റർ നീളം 1 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ യൂണിറ്റ് ഏരിയ. ശരിയാണല്ലോ? 1 സെൻറ്റിമീറ്റർ നീളം 1 സെൻറ്റിമീറ്റർ വീതി. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡാണ് പോകുന്നതെന്ന് ഇരുന്ന് എണ്ണണം. അങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ എത്ര എണ്ണക്കമാണോ നിനക്ക് കിട്ടുന്നത്, അതാണ് ഇലക്ട്രിക് ഫ്ലെക്സ്. അഥവാ എന്ത് പറയാം? നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് ആസ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ? ഓർ നോൺ ആസ് ഇലക്ട്രിക് ഫ്ലെക്സ്. ഓക്കെ ആണല്ലോ? സോ ഇലക്ട്രിക് ഫ്ലെക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഗ്രേറ്റ്, ഫൈൻ.
യെസ്, നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ ഗിവൺ ഏരിയ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇനി ഇതിനകത്ത് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല, ഇവരൊരിക്കലും ക്രോസ് ചെയ്യില്ല, അതുപോലെ തന്നെ ഒരു ചാർജിൽ നിന്ന് തുടങ്ങി വേറെ ചാർജിലെത്തും. അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഫ്ലെക്സിനെ നമ്മൾ ഡിനോ ചെയ്യുന്നത് ഫൈ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ്. ആൻഡ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് എസ്. അറിയാലോ, ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് എസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് സ്റ്റഫ് അടുത്തൊരു സ്റ്റഫാണ്. എന്താണ് ഓപ്പൺ സർഫേസ്, എന്താണ് ക്ലോസ് സർഫേസ്, എപ്പോഴൊക്കെയാണ് നിങ്ങളത് യൂസ് ചെയ്യാം. ഓപ്പൺ സർഫേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഓപ്പൺ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ, ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കാം. ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങോട്ടും, അതായത് ദർ ഇസ് ഒരു എൻഡിങ് ഇല്ലാത്ത പോലെ പോകുന്നതാണ് അല്ലേ, അതാണ് ഓപ്പൺ സർഫേസ്. അത് ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ക്ലോസ്ഡ് സർഫേസ് വരുമ്പോഴാണ് നമ്മുടെ ഗോസ് അമ്മൻ അഥവാ ഗോസസ് ലോ കംസ് ഇൻ ടു പ്ലേ. എന്താണ് ഗോസസ് ലോ പറയുന്നത്? ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഓക്കെ ആണല്ലോ, ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ആ ഒരു ക്ലോസ്ഡ് സർഫേസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജാണ്. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഐ ഹാവ് ടു സേ സം ഫ്യൂ തിങ്സ്. നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചേടാ. ആദ്യം തന്നെ ക്യൂബിനെ കുറിച്ച് തന്നെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഒരു ക്യൂബിൻ്റെ ഒരു എഡ്ജിൽ നിങ്ങളൊരു ചാർജ് വെക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് ആ ഫേസിനെ വെച്ച് എത്ര ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അതിന് നീ ഡിനോമിനേറ്ററെല്ലാം കൊടുത്താൽ മതി. ആദ്യം ക്യൂബ് ബൈ എപ്സിലോൺ 0 എഴുതുക. എന്നിട്ട് ഈ ഫേസ് എത്ര ക്യൂബിൻ്റെ പാർട്ടാണ്, അതാണ് ആൻസർ. ഈ ഫേസിൻ്റെ കൂടെ ഒരു ക്യൂബും കൂടെ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ ആൻസർ ഇസ് ക്യൂ ബൈ 2 എപ്സിലോൺ 0. അടുത്തത് വെച്ചിരിക്കുന്നത് ഒരു മുക്കിലാണ്. കണ്ടോ, ഈ മുക്കിൽ വെക്കുകയാണെങ്കിൽ യു ക്യാൻ കൺസ്ട്രക്ട് 1 2 3 4 5 6 7 8 8 ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാം. സോ ഈ 8 ക്യൂബിലൂടെയും ഈ ചാർജിൻ്റെ ഫ്ലെക്സ് പോവും. ഓക്കെ ആണല്ലോ. സോ ക്യൂ ബൈ 8 എപ്സിലോൺ 0. അടുത്ത നമ്മൾ ഒരു വെർട്ടെക്സിലാണ് വെച്ചത്. വെർട്ടെക്സ് വെച്ചാൽ 1 2 3 4 സ്ക്വയറിൻ്റെ പാർട്ടാണ്. സോ 4 ക്യൂബിൻ്റെ പാർട്ടാണ്. സോ ഇറ്റ് ഇസ് 4 എപ്സിലോൺ 0. ഫോർ ദി ഫസ്റ്റ് ടൈം അഗെയിൻ ഗായ്സ്, ആർ യു ഗെറ്റിംഗ് ഹൗ ടു ഡു ക്യൂബ്? ക്യൂബ് എന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും വരും. ക്യൂബിൻ്റെ കാര്യം ക്ലിയർ ആയോ സാർ? വീണ്ടും പറയണോ? നിങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞേ, ഈസ് ക്യൂബ് തിങ് ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. മനസ്സിലായോടാ? ഓക്കെ, സോ ഫൈൻ. എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഒബ്ജക്ട്സിൻ്റെ കാര്യങ്ങളൂടെ സാറ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഹെമിസ്ഫിയർ. മൂന്നാമത്തെ കാര്യം ഒരു ക്യൂബിൻ്റെ ഒരു ഫേസ്, അല്ല ഒരു നടുക്ക്. ഓക്കെ, നടുക്കിലാണ് വെക്കുന്നത് വെച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ അറിയാം, ഇത് ആക്ച്വലി ഒന്നുമില്ല. അതായത് സിലിണ്ടറിന് ഒരു സൈഡിലൂടെ കയറുകയാണ്, ആ ഫ്ലെക്സ് അപ്പുറത്തൂടെ ഇറങ്ങിപ്പോവും. സോ ദർ ഈസ് നോ ഫ്ലെക്സ് എൻക്ലോസ്ഡ്. എന്തെങ്കിലും എൻക്ലോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കയറുന്നൊക്കെ ഇറങ്ങിപ്പോവാണ്. സോ ഫൈ ടോട്ടൽ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഒരു ഹെമിസ്ഫിയർ ആണെങ്കിലും എന്താണ് കാര്യം, ഫൈ ടോട്ടൽ. കാരണം കയറുന്ന കറണ്ട്, ഇതിലൂടെ കയറുന്ന കറണ്ട് ഇതിലൂടെ ഇറങ്ങിപ്പോവും. സോ ഇതിലും ഫൈ ടോട്ടൽ എന്താണ്? 0 ആണ്. അതുപോലെ ക്യൂബിലും ഫൈ ടോട്ടൽ 0 ആണ്. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ ആണ്. അപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോയുടെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് 1-2 ഇക്വേഷൻസ് മാത്രമേ പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം കണ്ടക്റ്റിംഗ് സ്ഫിയർ. ഓക്കെ, കണ്ടക്റ്റിംഗ് സ്ഫിയർ. ആക്ച്വലി നമുക്ക് ഗോസ് തിയറത്തിനുള്ള ക്വസ്റ്റ്യൻസ് വളരെ ലിമിറ്റഡ് ആണ്. ആകെ ചോദിക്കുന്ന ക്യൂബും പിന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതും സാർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഗോസ് ലോയിൽ അറിഞ്ഞിരിക്കേണ്ട കണ്ടക്റ്റിംഗ് സ്ഫിയർ. കണ്ടക്റ്റിംഗ് സ്ഫിയർ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി സ്ഫിയർ കേട്ടോ. ഔട്ട്സൈഡ് ദി സ്ഫിയർ ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 pi epsilon 0 r square. E is equal to Q by 4 pi epsilon 0 r square. And R equal to R. ഇതിന് മുകളിൽ തന്നെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ES is equal to Q by 4 pi epsilon 0 r square. ES is equal to 4 pi epsilon 0 r square. ഇനി R ഉള്ളിലാണെന്ന് വിചാരിക്കും. R ഉള്ളിലാണ്, ഇവിടെയാണ് R.
അപ്പോൾ എന്ത് പറ്റി? നമുക്കറിയാം കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല, ചാർജ് എല്ലാം പുറത്താണ്, ചാർജ് എല്ലാം പുറത്താണ്. സോ ഈ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് എത്രയാണ്? 0. ഓക്കെ ആണല്ലോ? ഈ 3 എണ്ണം അറിഞ്ഞു വെക്കുക കേട്ടോ. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റഫ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. അടുത്തത് സോളിഡ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ. അതായത് നോൺ കണ്ടക്റ്റിംഗ് പറഞ്ഞാൽ ഉള്ളിലും ചാർജ് ഉണ്ടാവും, പുറത്തുള്ളത് സെയിം ആണ്, R ഗ്രേറ്റർ ദാൻ R സെയിം ആണ്. EP = Q/4πε0 R². അതാണ് പുറത്തുള്ളത്. ഇനി സർഫസിലാണെങ്കിൽ എന്ത് പറ്റും? സർഫസിൽ Q/4πε0 R². അതും നമുക്കറിയാം. ഓക്കെ ആണല്ലോ? ഇനി ഉള്ളിലാണെങ്കിൽ എന്ത് പറ്റും? ഈ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, റോ, നിങ്ങൾക്ക് നല്ലൊരു ഇക്വേഷൻ തരാം. ഈ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് 1/4πε0 QR/R³. തൽക്കാലം നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഓക്കെ ആണോ? മനസ്സിലായോ? ഫൈൻ. സോ അത് അത്രേ ഉള്ളൂ. കാര്യമായിട്ട് നിങ്ങൾക്ക് കാണാപ്പടം പഠിക്കാനുള്ള ഒന്നുമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് മോസ്റ്റ് ഓഫ്. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ളത് ഒരു വയറാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഇടുന്നുള്ളൂ. വയറിന് ഒരു പോയിന്റ് മാറി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ വാല്യൂ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും അല്ലേ? അതെത്രയാണ്? E is equal to λ/2πε0R. E is equal to λ/2πε0R. ഫ്ലക്സ് ആക്ച്വലി വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ദാറ്റ് ഇക്വേഷൻ കേട്ടോ. ഏതൊക്കെയാണ് ഇക്വേഷൻ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിനപ്പുറം ഒന്നും ചോദിച്ച് കാണാറില്ല. ഓക്കെ ആണല്ലോ? ഫൈൻ. ഈ 2 ഡയഗ്രാംസും നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു മെറ്റൽ പ്ലേറ്റിൻ്റെ അടുത്ത് ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റുക? വാട്ട് ഈസ് ദി പാറ്റേൺ? കണ്ടോ, പുറത്തേക്ക് ഇങ്ങനെ വരും. ഇത് നെഗറ്റീവ് എന്ത് പറ്റും? നേരെ നമ്മുടെ ചാർജിലേക്ക് വരും. ഇത് ഒരുപാട് സ്ഥലങ്ങൾ ചോദിക്കും. ഇതാണ് അനദർ തിങ്, എഡ്ജ് എഫക്റ്റ്. അതായത് നമ്മുടെ കപ്പാസിറ്റൻസിൽ കാണുന്ന സാധനമാണ്. കപ്പാസിറ്റൻസ് എടുക്കുമ്പോൾ സാറ് പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ഈ കാര്യം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണോ? സോ ഇലക്ട്രിക് ഫ്ലക്സിന് വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. അത് സാറ് ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോടാ? ഫൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കിനി എത്രയും പെട്ടെന്ന് ചാപ്റ്ററിലേക്ക് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ സ്ക്വയർ സർഫസ് ഓഫ് സൈഡ് L മീറ്റർ ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആക്ടിങ് അലോൺ ദ സെയിം പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ θ വിത്ത് ദി ഹൊറിസോണ്ടൽ സൈഡ് ഇസ് സോൺ ആസ് ഫിഗർ. ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, സിമ്പിളിൻ്റെ ഒന്നുമില്ല. അപ്പോൾ എന്താ കാണിക്കാം, ഒരു സെക്കൻഡ്. ഓക്കെ, ഈ പേപ്പറിൻ്റെ ഇങ്ങനെ കുറേ ഇലക്ട്രിക് ഫ്ലക്സ് പോവാണ്. എൻ്റെ കയ്യിലൂടെ ആണെങ്കിൽ ഇങ്ങനെ പോവാണ്. ഒന്നും ഇതിന് പിയേഴ്സ് ചെയ്യുന്നില്ല. മനസ്സിലായോ? എല്ലാം പാരലി പോവാണ്. അങ്ങനെ പോവാണെങ്കിൽ പ്രത്യേകത എന്താണ്? ദർ ഈസ് നോ ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ്. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ പോയി ഇങ്ങനെ പുറത്തേക്ക് വരണം, എങ്കിൽ മാത്രമേ നിനക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എണ്ണാൻ പറ്റുള്ളൂ. ഇതൊന്നും ഇതിൻ്റെ ഉള്ളിലൂടെ അല്ല, എല്ലാം പുറത്തൂടെയാണ് പോകുന്നത്. സോ ആൻസർ എത്രയാണ്? ആൻസർ 0 ആണ്. കലാഷ് ഇന്നെവിറ്റബിൾ 30 നിർത്തിയിട്ടുള്ള ഉടനെ തന്നെ റീകണ്ടിന്യൂ ചെയ്യും കേട്ടോ. ഇവിടെ ഞങ്ങളുടെ കോളേജിൽ ഇലക്ഷൻസ് ഒക്കെ ആയിട്ട് ചെറിയ ബിസിയാണ് എല്ലാ ഫാക്കൽറ്റീസും. ഞങ്ങളുടെ നെക്സ്റ്റ് വീക്ക് ഇലക്ഷനാണ്. കലാഷ്നിക്കോ ആക്ച്വലി ഒരു ഡിലമയിലാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓൾറെഡി ഇഷ്ടംപോലെ ലൈവ് വയ്ക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ക്യാപ്സ്യൂൾ സ്റ്റുഡൻസ് ഉണ്ട്, അവരൊക്കെ ഈ ലൈവ് യൂസ് ചെയ്യുന്നവരാണ്. കോംബി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം കോംബി ഈസ് ദ മെയിൻ തിങ് വിച്ച് വി നീഡ് ടു ഗിവ് യു. കോംബി കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും നന്നായി പഠിക്കാൻ പറ്റുന്നത്. കലാഷ്നിക്കോ ഇന്നെവിറ്റബിൾ ഇസ് ലൈക്ക് 2 things. രണ്ടും ക്വസ്റ്റ്യൻ സോൾവിങ് ആണ്. വിൽ ബി ഡൂയിങ് ലൈക്ക് എന്തായാലും കലാഷ്നിക്കോ ഒക്കെ ഇത് കഴിഞ്ഞാലും ഉണ്ടാവും. ഡോണ്ട് വറി, നമ്മൾ നീറ്റ് കഴിഞ്ഞാലും അടുത്ത വർഷത്തേക്കും അതുപോലെ വിൽ ബി ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 centimeter ഹാസ് എ ചാർജ് ഓഫ് 3.2 × 10⁻⁻7 ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 15 centimeter ഫ്രം ദ സെൻറ്റർ ഓഫ് സ്ക്വയർ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം 15 centimeter മാറി ഒരു കണ്ടക്ടർ എന്നുള്ള എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇക്വേഷൻ അറിയാം. E എന്ന് പറയുന്നത് എത്രയാണ്? KQ/R² ആണ്. ശരിയാണല്ലോ? അതങ്ങ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K എത്രയാണ്? 9 × 10⁻⁹. ശരിയാണല്ലോ? Q എത്രയാണ്? 3.2 × 10⁻⁷. R² എത്രയാണ്? R² is 15 × 10⁻⁻²². അപ്പോൾ ഇത് സോൾവ് ചെയ്യാം.
ആൻസർ പറയാം 1.28 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ കുളം. ഓക്കെ ആണോ? ആൻസർ ഇസ് ബി. കുറേ സംസാരിച്ചിട്ടേ സാർക്കും ചെറുതായിട്ട് ജലദോഷമൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് തീർക്കാം. ഓക്കെ, സോ ആൻസർ ഇസ് 1.28 ഇൻറ്റു 10⁵ കുളം. ഓക്കെ, എളുപ്പമാണ്, പ്രത്യേകിച്ച് ഡൗട്ടും വരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു കണ്ടക്റ്റിംഗ് റിംഗ് ഉണ്ട് അല്ലേ, റിംഗ് വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു +q ചാർജ് കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ റിംഗ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ചാർജ് ഓഫ് ദ പാർട്ട് എ കെ ബി. ഈ ഭാഗം കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചാർജ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ആൾക്കാർ കൊണ്ടുള്ള ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ആക്ച്വലി ഇതിനങ്ങ് റിമൂവ് ചെയ്ത് ഇങ്ങനെയാണ് നോക്കുന്നത്. മനസ്സിലായോ? ഈ ഇത്ര ഭാഗം എ സി ഡി ബി, ഇവിടെ ഒ. വാട്ട് ഈസ് എ നെറ്റ് ചാർജ് ഓൺ ഇതാ ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചേ, ഈ ഭാഗം കട്ടായി പോവും, കാരണം രണ്ടും ഓപ്പോസിറ്റാണ്. ആകെ ഇവൻ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ, ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ശരിയാണോ? ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. സോ ഇവിടെ കെ ആണ്, സോ ഓക്കെ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് ഇ, ഞാൻ പറഞ്ഞു ഒരു സെക്ടർ. ഇപ്പോൾ എ കെ ബിയിൽ ആക്ട് ചെയ്യുന്ന ഇ ആണെങ്കിൽ സി ഡിയിലും ഇ ആണ്, എ സിയിലും ഇ ആണ്, ബി ഡിയിലും ഇ ആണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ സി ഡിയിലുള്ള ഇ ആണ് എന്ത് പറ്റുന്നത്? സെൻട്രൽ നിന്ന് ഡയഗണലി ഓക്കെ ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ദ ആൻസർ ഇസ് ഇ എലോങ് ഓക്കെ. ഇ എലോങ് ഓക്കെ. മനസ്സിലായോടാ? ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിച്ചേ, എ ഹോളോ സിലിണ്ടർ ഹാസ് എ ചാർജ് ക്യൂ കുളം വിത്തിൻ ഇറ്റ്. ഓക്കെ, ഒരു ക്യൂ പറഞ്ഞൊരു കുളം ചാർജ് ഉണ്ട്. ഇഫ് ഫൈ ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ യൂണിറ്റ്സ് ഓഫ് വോൾട്ട് മീറ്റർ അസോസിയേറ്റഡ് വിത്ത് കർവ് സർഫസ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നല്ല ക്വസ്റ്റ്യൻ. നമുക്കറിയാം ക്യൂ പറഞ്ഞ ചാർജാണ് ഇതിനുള്ളത്. ലെറ്റ് ഫൈ എ ബി ദ ഫ്ലക്സ് ത്രൂ എ, phi b be the flux through surface b, phi c be the flux through surface c. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് ക്യൂ ബൈ എപ്സിലോൺ 0 ആണ് അക്കോർഡിംഗ് ടു ഗോസ് ലോ. ഇതാണ് ഗോസ് ലോ എന്ന് ചോദിക്കുക കേട്ടോ. ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ഇത് ഫൈ എ പ്ലസ് ഫൈ ബി പ്ലസ് ഫൈ സി ആണ്. സംശയമുണ്ടോ? ഫൈ എ പ്ലസ് ഫൈ ബി പ്ലസ് ഫൈ സി ആണ്. പക്ഷേ ഫൈ എയും ഫൈ സിയും രണ്ട് ഐഡൻറ്റിക്കൽ സൈഡ്സ് ആണ്. സോ ഫൈ എ ഇസ് ഈക്വൽ ടു ഫൈ സി. സംശയമുണ്ടോ? അതിന് ഞാൻ 2φ എന്ന് എഴുതാണ്. നമുക്ക് എനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ സി എഴുതിയിട്ട് അവസാനം എ ഇല്ലാത്ത അവസ്ഥ ആക്കരുത്. സോ ക്യൂ ബൈ എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു 2φ പ്ലസ് ഫൈ ബി. 2φ പ്ലസ് ഫൈ ബി. അഥവാ എന്ത് പറ്റും? 2φ എന്ന് പറയുന്നത് എത്രയാടാ? ക്യൂ ബൈ എപ്സിലോൺ 0 മൈനസ് ഫൈ ബി. ശരിയാണോ? അഥവാ വാട്ട് ഇസ് ഫൈ എ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ 0. ഫൈ ബി എന്ന് പറയുന്നത് ഫൈ ആണ്, ഇവിടെ തന്നിട്ടുണ്ട് ഫൈ. സോ ക്യൂ ഐ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഫൈ. ഓക്കെ ആണല്ലോ? ഫൈൻ. അമിത് സാർ എന്നൊക്കെ വിളിച്ച് വരുന്നുണ്ടല്ലോ, ഇപ്പോഴാണല്ലോ വരുന്നത്. ആൻസർ ഈസ് ഡി. മനസ്സിലായോടെ? ഞാൻ ചോദിക്കാത്ത എന്താ വെച്ചാൽ യു വിൽ ബി നോയിങ് അല്ലേ? പറഞ്ഞ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, അങ്ങ് വേഗം തീർത്തരാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഈസ് യൂണിഫോംലി ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്റ്റിംഗ് ആണ്. ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ഫിയർ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെൻറ്റർ ഈസ്. ഓക്കെ, സോ നമുക്കറിയാം അതിൻ്റെ r<r 0 ആണ്. അപ്പോൾ ഈ 0 ഒന്നെങ്കിൽ ഇതായിരിക്കാം. എന്നിട്ട് എന്ത് പറ്റും? ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ദൂരത്തേക്ക് പോകുന്നതോറും വീണ്ടും ഇത് കുറഞ്ഞു വരും. ഇങ്ങനെയല്ല എൻ്റെ ഇത് വരിക. ആദ്യം 0 മാക്സിമം ആവും, കുറഞ്ഞു വരും. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ആദ്യം 0 ആയിരിക്കും, ഇപ്പോൾ ഇത് r, ഇതിൽ മൊത്തം കുറവായിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആയിട്ട് ഒരൊറ്റ കുറയലും കുറയും. ഓക്കെ, സോ ആൻസർ ഇസ് സി. ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, 2 parallel infinite line charges with linear charge densities plus lambda and minus lambda are placed at a distance of 2r in space. ഓക്കെ, രണ്ട് ലൈൻ, ഒന്നിൻ്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണ്, അടുത്തത് മൈനസ് ലാംഡയാണ്. ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 2r ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചത്, നമുക്കറിയാം ഇൻഫിനിറ്റ് ചാർജിൻ്റെ ലെങ്ത്, ഈൻ്റെ ഇക്വേഷൻ എന്താ? ലാംഡ ബൈ
2 epsilon 0 into r ആണ്. E is equal to lambda by 2 epsilon 0 into r ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ലാംഡ എന്ന് പറയുമ്പോൾ ഇതിനെ ഇങ്ങോട്ടങ്ങ് തള്ളും. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇതിനെ ഇങ്ങോട്ട് വലിക്കും. മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ഇറ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ നീ ഒരു ഇ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. മനസ്സിലായോടാ? രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ നെറ്റ് E0 എന്ന് പറയുന്നത് E1 പ്ലസ് E2 ആണ്. നെറ്റ് E0 എന്ന് പറയുന്നത് E1 പ്ലസ് E2 ആണ്. ശരിയാണല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 ആർ പ്ലസ് ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 ആർ. അത് ഇൻറ്റു 2. അപ്പോൾ 2 2 വെട്ടിപ്പോയി. ആൻസർ ഇസ് ലാംഡ ബൈ പൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ. ലാംഡ ബൈ പൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ. ആൻസർ ഇസ് ഡി. ഓക്കെ ആണോ? മനസ്സിലായല്ലോ? ഫൈൻ. ഇനി ഞാൻ ആക്ച്വലി 2 ക്വസ്റ്റിനൂടെ ഇത് ഓക്കെ ഫൈൻ. ഇത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ചാർജ് 3r/2. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. രണ്ടും ഹോളോസ്ഫിയർ ആണ് കേട്ടോ. ഹോളാണ്. ജസ്റ്റ് പറയാൻ വെച്ചത് രണ്ടും 0 ആണ് ആൻസർ. അതിനുവേണ്ടി മാത്രം സാർ ഇട്ടതാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ആൻസർ 0. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. ടൈം ഇസ് 11:20. ഈ 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണോടാ? പറഞ്ഞ ഈ 2 ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ സാർ ചെയ്യും, അല്ലെങ്കിൽ ക്ലാസ് ഇപ്പോൾ നിർത്തും. ഇത് പ്രീവിയസ് ഇയർ ഒന്നുമല്ല. സാർ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണമോ വേണ്ടതെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ആണ്. മടുത്തോ? എല്ലാവർക്കും മടുത്തു വെച്ചാൽ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ദ സെഷൻ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ വേണം എന്നൊന്ന് പറഞ്ഞാൽ മതി, സാർ ചെയ്യാം. വേഗം പറഞ്ഞേ നോക്കട്ടെ. ടൈമില്ലടാ, 11:20 ചെയ്തോ സാർ? ഓക്കെ, സന്തോഷം. അത്രേ ഉള്ളൂ. 10⁻12 alpha particles fall per second on a neutral sphere. Calculate the time in which the sphere gets charged by 2 microcoulomb. എന്താ പറ്റിയേ? ഒരു ന്യൂട്രൽ സ്ഫിയർ, ചാർജ് ഒന്നുമില്ലാത്ത ഒരു സ്ഫിയർ, അതിലേക്ക് 10⁻12 ആൽഫ പാർട്ടിക്കിൾസ് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ വിചാരിക്കുകയാണ് ഒരു ടി ടൈം സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ 10⁻12, 2 സെക്കൻഡിൽ 2 × 10⁻12, അങ്ങനെ ടി ടൈം സെക്കൻഡിൽ ടി × 10⁻12 ആൽഫ പാർട്ടിക്കിൾസ് വീഴാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജ് എത്ര വരും? നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 4He2 ആണ് അല്ലേ. അപ്പോൾ 2E ആണെങ്കിൽ ഇതിൻ്റെ ചാർജ്. അപ്പോൾ ടോട്ടൽ ചാർജ് വിൽ ബി 10⁻12T ഇൻറ്റു 2E. ശരിയാണോ? ടോട്ടൽ ചാർജ് 10⁻12T ഇൻറ്റു 2E. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര നേരം വീണാലാണ് ഈ ചാർജ് 2 മൈക്രോകുളം ആവുക എന്നാണ്. 2 × 10⁻⁻6 ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ T ഈസ് ഈക്വൽ ടു 10⁻⁻18 ബൈ 1.6 ഇൻറ്റു 10⁻⁻19. ദിസ് ഇസ് 6.25 seconds. ആൻസർ ഇസ് വെരി വെരി ഈസി. പക്ഷേ എന്താ അറിയോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇപ്പോൾ ന്യൂട്രൽ സ്ഫിയർ ഗെറ്റ്സ് ചാർജ്ഡ് ബൈ 2 മൈക്രോകുളം അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഇത് എൻ്റെ പ്രിയപ്പെട്ട JEE കുട്ടികൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. നീറ്റ് കുട്ടികൾക്കും പഠിക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് സാർ എടുത്താണ്. ഇനി ജസ്റ്റ് പ്രീവിയസ് ഇയർ മാത്രം ഇല്ലെങ്കിൽ തപ്പിപ്പിടിച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ മാത്രം സാർ ചെയ്തു എന്ന് വേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? 2 charges each of magnitude q are fixed 2a distance apart. Fine. A third charge of -q is placed at center. Okay, a ഡിസ്റ്റൻസിൽ നമ്മൾ വേറൊരു ചാർജ് വെച്ചു. എന്ത് ചെയ്തു? നൗ -q is slightly displaced. ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് -q മെല്ലെ ഒന്ന് പൊക്കിയിട്ട് അങ്ങ് വിടുകയാണ്. അപ്പോൾ ഇതെന്ത് പറ്റി? ഇതിലിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ശരിയാണോ? വാട്ട് ഇസ് ദ ടൈം പീരീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നൗ വി ആർ എൻറ്ററിങ് ടു ദി ടെറിട്ടറി ഓഫ് JEE മെയിൻസ്. ഇപ്പോൾ നമ്മൾ പ്രോപ്പർ JEE മെയിൻസിൻ്റെ ടെറിട്ടറിയിലേക്ക് വരികയാണ്. ഈ ഒരു പടം വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്യൂ ഇവിടുന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് വലിച്ചു എന്ന് വിചാരിക്കാം. ഇത് -q ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ശരിയാണല്ലോ? ഇത് A ആണ്, ഇത് A ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ്? ഇത് തീറ്റ ആണെന്ന് വിചാരിക്കാം. ഇങ്ങോട്ടാണ് നെറ്റ് ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇത് F cos θ, ഇത് F sin θ അല്ലേ. ഇത് F sin θ ആണ്, ഇത് F cos θ ആണ്. 2 F cos θ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സാർ അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താ പറ്റുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്? F നെറ്റ് എന്ന് പറയുന്നത് താഴത്തേക്ക് നെഗറ്റീവ്ലി ആക്ട് ചെയ്യുന്നത് അല്ലേ. അത് താഴത്തേക്കാണ് പോകുന്നത്. സോ ദിസ് ഇസ് മൈനസ് നെഗറ്റീവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം? ഒരു +q ഒരു -q അല്ലേ. സോ ദാറ്റ് വിൽ ബി നെഗറ്റീവ് 2F cos θ. മനസ്സിലായോടാ? ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് -2 ഇൻറ്റു F എന്താടാ? Q ബൈ ഈ ഡിസ്റ്റൻസ് എത്രയാ? ഇവരുള്ള ഡിസ്റ്റൻസ് എത്രയാ പറഞ്ഞേ? ഇവരുള്ള ഡിസ്റ്റൻസ് എത്രയാ? A² + x².
ഈ ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്? ഏതൊക്കെയാണ് വേണ്ടത്? ഈ ഡിസ്റ്റൻസാണ് വേണ്ടത് അല്ലേ? ഇത് എ ആണ്, ഇത് എക്സ് ആണ്. സോ ദിസ് വിൽ ബി ദി ഹൈപ്പോട്ടനസ് അല്ലേ? സോ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ് വരിക. ഓക്കെ ആണല്ലോ? ദാറ്റ് വിൽ ബി എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതിൻ്റെ റൂട്ടാണ് ഈ ഡിസ്റ്റൻസ്. അറിയാലോ, ഈ ഡിസ്റ്റൻസ് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. പക്ഷേ നമ്മുടെ ഡിനോമിനേറ്റർ ഓൾറെഡി എന്തുണ്ട്? റൈസ് ടു 2 ആണ്. അപ്പോൾ എന്ത് പറ്റി? 1/2 2 ക്യാൻസൽ ആയിപ്പോയി. സോ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് കോസ് തീറ്റ? ഇത് തീറ്റയാണ്, ഇതല്ലേ തീറ്റ? ഇത് തീറ്റ ആണെങ്കിൽ എന്ത് വരും? ഇതാണ് സൈഡ്. സോ ദാറ്റ് വിൽ ബി എക്സ് ബൈ ഹൈപ്പോട്ടനസ് ഇതാണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 റൂട്ട് അല്ലേ? അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എഫ് നെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് ക്യൂ ക്യൂ എക്സ് ബൈ 2π എപ്സിലോൺ 0 4π എപ്സിലോൺ 0 4π എപ്സിലോൺ 0 എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇത് 1 പ്ലസ് 1/2 അല്ലേ? സോ ദിസ് ഇസ് 3/2. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ഇതൊന്ന് കിട്ടി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ എക്സ് മിക്കവാറും നമ്മളിങ്ങനെ വലിക്കുന്നത് വളരെ കുറച്ച് ഡിസ്റ്റൻസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈ എക്സിനെ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 അല്ലേ? എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. സോ ദിസ് ഇസ് എ ക്യൂബ്. ശരിയാണോ? സോ എഫ് നെറ്റ് എത്രയാടാ? എഫ് നെറ്റ് എത്രയാണ്? മൈനസ് ക്യൂ ക്യൂ എക്സ് ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 എ ക്യൂബ്. ഓക്കെ ആണല്ലോ? ഈ 2 ഇവിടെ ഈ 2 വെട്ടിപ്പോകും കേട്ടോ. അങ്ങനെയാണ് ബൈ 2 ആയത്. ഓക്കെ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആക്ച്വലി ഓസിലേഷനാണ്. നിങ്ങൾ ഓസിലേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഐ തിങ്ക് ഷോണേട്ടൻ എന്താ നമുക്ക് ഓസിലേഷൻ എടുത്താൽ അപ്പോൾ ഓർമ്മയുണ്ടാവും. എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ്. അപ്പോൾ ഇതിൽ എക്സ് ഇത് അവിടെ ഉണ്ട്. വാട്ട് ഈസ് കെ? കെ എന്താടാ? കെ ഇസ് ഈക്വൽ ടു ക്യൂ ക്യൂ ബൈ 2π എപ്സിലോൺ 0 എ ക്യൂബ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ടെൽ മീ വാട്ട് ഈസ് ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു 2π root of m by k. For any oscillating body, the time period t is equal to 2π into root of m by k. ഇവിടെ k എത്രയാ? k is equal to how much? K is equal to how much? T is equal to 2π into root of m by k is q by 2π epsilon 0 a cube. ഓക്കെ ആണല്ലോ? അതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ t is equal to 2π into root of 2πm a cube by q cube. T is equal to 2π into root of 2πm a cube by q cube. മനസ്സിലായോടാ? That comes an end to this question. അത്രയും പറയുന്നതോടെ ഇലക്ട്രിക് ഡൈപോൾ ഞാൻ അടുത്ത ദിവസം എടുക്കാം along with ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കേട്ടോ. സാർ അങ്ങനെയാണ് ആ ചാപ്റ്റർ എടുക്കാറ്. പറയൂ മക്കളെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? ഫൈൻ. അവസാനം ഒന്ന് സൂം ഔട്ട് ചെയ്യണേ. സൂം ഔട്ട് ചെയ്യാലോ? ഫോട്ടോ എടുത്തു. ഓക്കെ. സോ നിങ്ങൾ ആദ്യം പറഞ്ഞേ മക്കളെ, ഇപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായോ? നൗ ഈസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഈസി ഫോർ യു. നമ്മൾ ആകെ 2 മണിക്കൂറിൽ താഴെ 1 മണിക്കൂർ 40 മിനിറ്റിനടുത്താണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. ഡിഡ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദിസ്? എനിക്ക് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് പറയാം, ഈ ചാപ്റ്റർ മതിയായി മനസ്സിലായോ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എടുത്താൽ മതിയോ? കൺസെപ്റ്റ്സ് ക്ലിയർ ആണ് സാർ, ബട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടുന്നില്ല. അത് ദാറ്റ് ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് എന്താ പറയുക, ദാറ്റ് കംസ് വിത്ത് പ്രാക്ടീസ്, റൈറ്റ്? നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. ഗുഡ് തിങ്സ് വിൽ ടേക്ക് ടൈം. കുറച്ചൊന്ന് ശ്രമിച്ചാൽ മതി, കിട്ടും, പ്രശ്നമൊന്നുമില്ല. എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ ഉണ്ടാവില്ല സാർ? ഡെഫിനറ്റ്ലി എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ തന്നെയാണല്ലോ എടുത്തു തരാറ്. എല്ലാ സാറുമാരും ഇതേപോലെ തന്നെ ഇതേ മോഡൽ തന്നെ എടുത്തു തരാം. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ എല്ലാവർക്കും മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ പിൻ ഡൗൺ ഇൻ ദി കമൻറ്റ് സെഷൻ. എന്തായാലും നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ സർ വി നീഡ് കറണ്ട് ഇലക്ട്രിസിറ്റി സെമി കണ്ടക്ടേഴ്സ് ഫ്രം യു. നമുക്ക് നോക്കാം, ആരൊക്കെയാണ് നമുക്കറിയില്ല. ഷെഡ്യൂൾ ഇടുന്ന ആരാണോ അങ്ങനെ നമ്മൾ എടുക്കാം, കുഴപ്പമില്ല. ഏതെടുത്താലും നമുക്ക് പൊട്ടൻഷ്യൽ ഞാനായിരിക്കും, എ സി ഞാനായിരിക്കും, പിന്നെ അതർ ചാപ്റ്റേഴ്സ് ദാറ്റ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയായി, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഓൾറെഡി കമ്മിറ്റഡ് ആണ്. നമുക്ക് നോക്കാം ബാക്കി ചാപ്റ്റേഴ്സ് കൂടെ. ഓക്കെ. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, വേണമെങ്കിൽ ഒരു ഇന്നെവിറ്റബിൾ 30 വേണമെങ്കിൽ ഒന്ന് വന്നിട്ട് നമുക്കൊരു 30-40 ക്വസ്റ്റ്യൻ പാടാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചെയ്യാം. എന്ത് പറയുന്നു? നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. ഒന്നെങ്കിൽ ആക്കുഫ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് അല്ലേ? നല്ലൊരു സെഷനായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു, എല്ലാവരും ഇരുന്നു കേട്ടു അല്ലേ? നമുക്ക് വേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ട്.
ഐ ഹോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂസൊക്കെ ഉണ്ട്, നിങ്ങളുടെ ക്ലാസ് നോട്ട്സ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇടാം. എവറിത്തിങ് ഈസ് വെൽക്കം. നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ റിവ്യൂസാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സി യു ഇൻ സം അതർ ചാപ്റ്റേഴ്സ് ഇൻ സം അതർ ടൈം. പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. അറിയാലോ, എക്സാംസ്, ഫൈനൽ ഇയേഴ്സ് എല്ലാം അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. So I hope everyone understood and you are enjoying the session. See you in some other time. Till then it's a good night. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അറൗണ്ട് 40 ഡേയ്സ് അത്രയേ ഉള്ളൂ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. യെസ്, ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ ഇൻ MBBS. Probably by next January I can prefix my name Doctor in front of Akash and you can call me Dr. Akash then. ഇപ്പോൾ ആകാശ് സർ അത്ര മതി, അതിൽ കൂടുതലൊന്നുമില്ല. ഓക്കെ, ആക്കുഫ് അത് പറയുമ്പോൾ ആക്കുഫ് ഇന്നലെ റിസൾട്ട് വന്നു. ആക്കുഫ് പാസ്ഡ് ആൻഡ് ഹീസ് ഒഫീഷ്യലി ഡോക്ടർ ആക്കുഫ് നൗ. യു ക്യാൻ കോൾ ഹിം ഡോക്ടർ ആക്കുഫ് നൗ. ഓക്കെ, സോ അത്രേ ഉള്ളൂടാ, കഴിഞ്ഞു. ഇനിയിപ്പോൾ അധികമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും പോവുക, ഫുഡ് കഴിക്കാത്തവർ ഫുഡ് കഴിക്കുക, ഉറങ്ങാനുള്ളവർ ഉറങ്ങുക, പഠിക്കാനുള്ളവർ പഠിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. സീ യു സം അതർ ടൈം. ഗുഡ് നൈറ്റ്.